ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. ഏറ്റവും ആദരണീയനായ ഇടവികാരി ജിബിൻ സാബു അച്ഛൻ, പ്രിയപ്പെട്ട ജെറിൻ ജോണച്ചൻ, എൻ്റെ സ്നേഹിതനായിരിക്കുന്ന പ്രിയ അജിത്ത്, കർത്താവിനാൽ സ്നേഹിക്കപ്പെട്ടിരിക്കുന്നവരെ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവും ദൈവവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ വലിയ തിരുനാമത്തിലുള്ള സ്നേഹത്തിൻ്റെ അഭിവാദനങ്ങളെ സന്തോഷപൂർവ്വം അറിയിക്കുന്നു. അത്യധികം സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഈ വേദിയിൽ നിൽക്കുന്നത്. എൻ്റെ 2 പ്രിയ വിദ്യാർത്ഥികൾ ഈ വേദിയിലുണ്ട് എന്നുള്ളത് എൻ്റെ സന്തോഷത്തിൻ്റെ ആധിക്യം വല്ലാതെ വർദ്ധിപ്പിക്കുന്നും ഉണ്ട്. ഇടവിട പ്രിയങ്കരനായ വികാരി ജിബിൻ സാബു അച്ഛൻ വല്ലാത്തൊരു ആത്മബന്ധത്തോടൊപ്പം വൈദിക സെമിനാരി കാലഘട്ടത്തിൽ കടന്നു വന്ന നാൾ മുതൽ പ്രവർത്തിക്കുന്ന എൻ്റെ ഒരു ശിഷ്യൻ മാത്രമല്ല, ഒരു സഹയാത്രികൻ കൂടിയാണ്. പ്രിയപ്പെട്ട അച്ഛൻ്റെ സ്നേഹപൂർവമായ നിർബന്ധം കൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഈ വേദിയിൽ നിൽക്കുന്നത്. തിരക്കുകൾ നടുവിൽ ആയിരുന്നിട്ട് പോലും അച്ഛനുള്ള നന്ദി ഞാൻ ആമുഖമായി അറിയിക്കുന്നു. ജെറിൻ ജോണച്ചൻ മലങ്കര സഭയുടെ വേദശാസ്ത്ര രംഗത്ത് പ്രതീക്ഷ അർപ്പിക്കുവാൻ സാധ്യതയുള്ള യുവ വൈദികനാണ്. അച്ഛൻ്റെ പഠനവും സമർപ്പണവും അന്വേഷണവും സഭയ്ക്കേറെ പ്രയോജനമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. പ്രിയപ്പെട്ട അച്ഛൻ്റെ സാന്നിധ്യത്തിനായും പ്രത്യേകമായ നന്ദി രേഖപ്പെടുത്തുന്നു. ആമുഖ വാക്കുകൾക്ക് പ്രസക്തിയില്ലാത്ത ഈ സന്ധ്യയിൽ കൂട്ടായ ചിന്തയ്ക്കും ധ്യാനത്തിനുമായി സമർപ്പിക്കപ്പെടുന്ന വേദഭാഗം രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 18-ാം അധ്യായം 19-20 വാക്യങ്ങളാണ്. രാജാക്കന്മാർ 2-ാം പുസ്തകത്തിന്റെ 18-ാം അധ്യായത്തിന്റെ 19-20 വാക്യങ്ങളിൽ നാം കാണുന്നത് ഒരു വെല്ലുവിളിയുടെ പരിസരങ്ങളാണ്. ആ വെല്ലുവിളികളുടെ പരിസരങ്ങളിൽ തകർന്നു പോയ ഒരു ദൈവഭക്തനെ പറ്റിയാണ്. വെല്ലുവിളികൾ തളർന്നുപോയ ആ ഭക്തന്റെ യഥാസ്ഥാനപ്പെടുത്തലിനെ പറ്റിയാണ് ഈ വേദഭാഗത്ത് നാം കാണുന്നത്. മർത്തുശ്മുനിയമ്മയുടെ പെരുന്നാളിലേക്ക് കടന്നു വരുമ്പോൾ ആ ജീവിതത്തിൽ നിന്ന് പകർത്തിയെടുക്കുവാനുള്ളത് മറ്റെന്താണ്? നിരന്തരം വിശ്വാസ ജീവിതം വെല്ലുവിളിക്കപ്പെട്ടപ്പോൾ മരണം കൊണ്ടും അതിന് ഉത്തരമായി മാറിയ സമർപ്പിതമായ ഒരു ജീവിതം നമ്മെ വല്ലാതെ ആകർഷിക്കുകയല്ലേ? വെല്ലുവിളിക്കപ്പെടുമ്പോൾ തോറ്റോടുവാനല്ല, വെല്ലുവിളിക്കപ്പെടുമ്പോൾ ഒളിച്ചോടുവാനല്ല, വെല്ലുവിളിക്കപ്പെടുമ്പോൾ മൗനമായിരിക്കുവാനല്ല, വെല്ലുവിളികളെ ദൈവകൃപയുടെ ആഴങ്ങളിൽ നിന്നുകൊണ്ട് നേരിടുവാൻ പഠിപ്പിക്കുന്ന ഭക്തന്മാർ, ഭക്തി ജീവിതം ഒരുപക്ഷെ നാം ഇതുവരെ അടുത്തു പരിചയപ്പെടാത്തതും ഇനിയും ഈ കാലഘട്ടത്തിൽ നാം അടുത്തു പരിചയപ്പെടുകയും ചെയ്യേണ്ട ഒരാത്മീയ അനുഭവമാണ്. നമ്മെ സംബന്ധിച്ച് ആത്മീയത പലപ്പോഴും സ്വസ്ഥതയുടെ ലുത്തിനിയകളാണ്. സ്വസ്ഥതയിലിരിക്കുമ്പോൾ ആശ്വാസദായകമായ ഒരനുഭവത്തിലേക്ക് എത്തപ്പെടുവാൻ മാത്രം ആത്മീയതയ്ക്ക് ഒരു ആശ്വാസദായകമായ മുഖമുണ്ട് എന്നത് ആർക്കും നിഷേധിക്കുവാൻ കഴിയാത്ത വസ്തുതയാണ്. എങ്കിലും വെല്ലുവിളിക്കപ്പെടുന്ന ജീവിത പരിസരങ്ങളിൽ വിശ്വാസ ജീവിതത്തിന്റെ പ്രസക്തി എന്ത്? അത് നാം കൊറോണ എന്ന മഹാമാരി ഇനിയും അസ്തമിക്കാത്ത നമ്മുടെ വർത്തമാനകാല ജീവിത പരിസരങ്ങളിൽ, പ്രത്യേകിച്ച് മർത്തുശ്മുനിയമ്മയെ ഓർക്കുന്ന ഒരാത്മീയ പശ്ചാത്തലത്തിൽ വളരെ ആഴത്തിൽ ചിന്തിക്കേണ്ട വിഷയം തന്നെയാണ്. നമ്മുടെ ജീവിതം വെല്ലുവിളിക്കപ്പെടുമ്പോൾ വിശ്വാസ ജീവിതത്തിന്റെ പ്രസക്തി എന്താണ്? ഇത് പറഞ്ഞു തരുന്ന ഒരു വേദഭാഗവുമായിട്ടാണ് ഇന്ന് രാത്രി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ സൂചിപ്പിച്ചതുപോലെ ഈ വേദഭാഗത്ത് ഒരു വെല്ലുവിളിയുണ്ട്. ആ വെല്ലുവിളി ഉയർത്തുന്നത് ആ കാലഘട്ടത്തിൽ യുദ്ധതന്ത്രങ്ങൾ കൊണ്ട്, സൈന്യ ബലം കൊണ്ട്, ദുഷ്ടത കൊണ്ട്, പുകൾ പറ്റുകയോ അല്ലെങ്കിൽ കുപ്രസിദ്ധി ആർജിക്കുകയോ ചെയ്ത ഒരു മഹാരാജാവ്, അശൂർ മഹാരാജാവ്. അശൂർ മഹാരാജാവാണ് ഈ വേദഭാഗത്ത് വെല്ലുവിളി ഉയർത്തുന്നത്. വെല്ലുവിളിക്കപ്പെടുന്നത് ഹിസ്കിയാവ് മഹാരാജാവാണ്. ഹിസ്കിയ മഹാരാജാവിനെ പറ്റി നമുക്കറിയാം. വളരെ ചെറുപ്പത്തിൽ തന്നെ ദൈവത്തിന്റെ കൃപകളും വരദാനങ്ങളും സ്വന്തമാക്കിയവൻ,
ദൈവകൃപ കൊണ്ട് ഇസ്രായേലിന്റെ രാജപദവിയിലേക്ക് എത്തപ്പെട്ടവൻ, ദൈവകൃപയുടെ പരിലാളനയിൽ ദിഗ്വിജയങ്ങൾ സ്വന്തമാക്കിയവൻ ഹിസ്കിയാവ്. പക്ഷേ വെല്ലുവിളിക്കപ്പെട്ടത് ഹിസ്കിയാവ്, വെല്ലുവിളിച്ചത് അശൂർ മഹാരാജാവ്. എന്തായിരുന്നു ആ വെല്ലുവിളി എന്നൊന്ന് പരിചയപ്പെടണ്ടേ? ആ വെല്ലുവിളിയാണ് 18-ാം അധ്യായം 19-20 വാക്യങ്ങളിൽ രേഖപ്പെടുത്തുന്നു. ഇങ്ങനെ: മഹാരാജാവായ അശൂർ ഇപ്രകാരം കൽപ്പിക്കുന്നു, നീ ആശ്രയിച്ചിരിക്കുന്ന ഈ ആശ്രയം എന്ത്? യുദ്ധത്തിന് വേണ്ടുന്ന ആലോചനവും ബലവും ഉണ്ടെന്ന് നീ പറയുന്നത് വെറും വാക്കത്രേ. ആരെ ആശ്രയിച്ചിട്ടാകുന്നു നീ എന്നോട് മത്സരിക്കുന്നത്? 3 തലങ്ങളിലാണ് ഈ വെല്ലുവിളി. 3 ലളിതങ്ങളായ ചോദ്യങ്ങളാണ് അശൂർ ഹിസ്കിയാവിന് മുമ്പാകെ ഉന്നയിക്കുന്നത്. എന്താണ് നിന്റെ ആശ്രയം? എന്താണ് നിന്റെ ബലം? എന്താണ് നിന്റെ സാധ്യത? 3 ചോദ്യങ്ങൾ ഇവിടെ ചിന്തിക്കുമ്പോ, പ്രിയപ്പെട്ടവരെ, ഇവയുടെ മധ്യത്തിൽ ശക്തമായ ഒരു ആത്മീയ ജീവിതത്തിന്റെ സാധ്യതകളെ പറ്റി നാം അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. ആ അന്വേഷണം ഈ കാലഘട്ടത്തിൽ നമ്മൾ വളരെ ശക്തമായി കടന്നു വരേണ്ടിയിരിക്കുന്നു. എന്താണ് ആത്മീയത എന്നതിന് നമുക്കൊക്കെ പരിചിതമായ നിരവധി നിർവചനങ്ങളുണ്ട്. പക്ഷെ ഞാൻ പ്രാണനോളം പ്രണയിക്കുന്ന ആധ്യാത്മികതയുടെ ഒരു നിർവചനമുണ്ട്. ആധ്യാത്മികത മണ്ണിൽ ചവിട്ടി നിൽക്കുവാനും വിണ്ണിനെ നോക്കുവാനുമുള്ള കൃപയാണ് ആത്മീയത. ഒന്നുകൂടെ ആവർത്തിക്കട്ടെ, ഈ മണ്ണിൽ ചവിട്ടി നിൽക്കുവാനും മണ്ണിൽ ചവിട്ടി നിന്നുകൊണ്ട് വിണ്ണിനെ നോക്കുവാനുമുള്ള കരുത്തിന്റെയോ ബലത്തിന്റെയോ ശക്തിയുടെയോ പേരാണ് ആത്മീയത എന്നതിനെ ഞാൻ ഏറെ ആഴത്തിൽ പ്രണയിച്ചിട്ടുണ്ട്. ഈ വേദഭാഗത്തും അപ്രകാരം ചില സാധ്യതകളാണ് കാണുവാനൊക്കെ സാധിക്കുന്നത്. 3 തലങ്ങളിലേക്കാണ് ഈ വേദഭാഗത്തിലൂടെ നാം കടന്നു പോകുവാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, ഹിസ്കിയാവ് വെല്ലുവിളിക്കപ്പെടുകയാണ്. ഹിസ്കിയാവ് വെല്ലുവിളിക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ അതിനു മുമ്പ് ഈ ഹിസ്കിയാവ് ആരായിരുന്നു എന്നത് ഒന്ന് അന്വേഷിക്കുന്നത് നന്നാവും. വിശദമായ ഒരു വ്യക്തിത്വ വിശകലനത്തിലേക്കോ വിശദീകരണത്തിലേക്കോ ഞാൻ പോകുന്നില്ല. കമ്പിവാചകത്തിൽ ഈ ഹിസ്കിയാവിനെ പരിചയപ്പെടുത്തിയാൽ ചെന്നിടത്തൊക്കെ വിജയം മാത്രം സ്വന്തമാക്കിയ മഹാരാജാവ്. വിശുദ്ധ വേദപുസ്തകം പഠിക്കുമ്പോൾ വിജയങ്ങളുടെ നീണ്ട പട്ടിക. 1 രാജാക്കന്മാർ 18-ാം അധ്യായം 7-ാം വാക്യം പഠിക്കുമ്പോൾ ഹിസ്കിയാവിനെ പറ്റി പറഞ്ഞു, ചെന്നിടത്തൊക്കെയും കൃതാർത്ഥനായി വന്നു, ഒരിടത്തും പരാജയപ്പെട്ടിട്ടില്ല, എല്ലായിടത്തും വിജയ ശ്രീലാളിതനായി. വീണ്ടും 2 രാജാക്കന്മാർ 18-ാം അധ്യായം 8-ാം വാക്യം പഠിക്കുമ്പോൾ ആ കാലഘട്ടത്തിൽ ആരും കൊതിച്ചുപോയ മികച്ച വിജയം, ഫെലിസ്ത്യ സൈന്യം. ഫെലിസ്ത്യ സൈന്യത്തെ ആർക്കും അധികം വേഗത്തിൽ തോൽപ്പിക്കുവാൻ കഴിയുമായിരുന്നില്ല. പക്ഷെ ഫെലിസ്ത്യരെ തോൽപ്പിച്ച വളരെ ചെറുപ്രായത്തിൽ തന്നെ ഫെലിസ്ത്യ സൈന്യത്തെ തോൽപ്പിച്ച ഖ്യാതി ഹിസ്കിയാവിനുണ്ട്. വീണ്ടും രാജാക്കന്മാർ 2-ാം പുസ്തകം 18-ാം അധ്യായം 7-ാം വാക്യം, കേവലം 29 വയസ്സ് മാത്രം ഉണ്ടായിരുന്ന ഹിസ്കിയാവ് ഇപ്പോൾ വെല്ലുവിളിക്കപ്പെട്ട അശൂർ രാജാവിനെ ഓടിച്ചിട്ട് തോൽപ്പിച്ചിട്ടുണ്ട്. എന്നാലോചിക്കേ, ഒരിടത്തും പരാജയപ്പെട്ടിട്ടില്ല, ഫെലിസ്ത്യ സൈന്യത്തെ തോൽപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ വെല്ലുവിളിക്കപ്പെട്ട അശൂറിനെ 29-ാമത്തെ വയസ്സിൽ ഓടിച്ചിട്ട് തോൽപ്പിച്ചിട്ടുമുണ്ട്. പക്ഷെ ഈ ഹിസ്കിയാവിനോടാണ് വീണ്ടും അശൂർ മഹാരാജാവ് ചോദിക്കുന്നത്, നീ ആശ്രയിക്കുന്ന ആശ്രയം എന്ത്? ആകെ തകർന്നുപോയി. പ്രിയപ്പെട്ടവരെ, ഇത് നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ പരിസരങ്ങളല്ലേ? ഇന്നലകൾ നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നിന്നാൽ നാം നീന്തിക്കേറിയ ദുരിതക്കയങ്ങൾ എത്ര വലുതാ, നാം തരണം ചെയ്ത പ്രതിബന്ധങ്ങൾ എത്ര വലുതാ, നാം നേരിട്ട രോഗങ്ങൾ എത്ര വലുതാ, നാം കടന്നുകയറിയ ദുരിതങ്ങളും നമ്മെ ആക്രമിച്ച രോഗങ്ങളും ഇപ്പൊ 2 വർഷമായി നമ്മെ നിശ്ചലമാക്കിയ വൈറസുകളും എത്ര ഭയാനകമായ അന്തരീക്ഷങ്ങളിലൂടെ നാം കടന്നുപോയി.
നമ്മെ ഭയപ്പെടുത്തുന്ന ഒത്തിരി 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 പദസഞ്ചയങ്ങൾ നമുക്ക് ചുറ്റുപാടും ഉണ്ടായി. പക്ഷെ പ്രിയപ്പെട്ടവരെ, രാജാക്കന്മാർ 2-ാം പുസ്തകം 19-ാം അധ്യായം 1-ാം വാക്യം പഠിക്കുമ്പോ ഇങ്ങനെ രേഖപ്പെടുത്തുന്നു. ഹിസ്കിയാവ് അത് കേട്ടപ്പോൾ, ഏത് കേട്ടപ്പോ? അശൂർ രാജാവ് ചോദിച്ചു, നീ ആശ്രയിക്കുന്ന ആശ്രയം ആരെങ്കിലും വെല്ലുവിളിക്കാൻ നോക്കിയിരിക്കുക, തളരാൻ. സോഷ്യൽ മീഡിയയിൽ എങ്ങാണ് ഒരു പോസ്റ്റ് വീണാ മതി, പിന്നെ തീർന്നു. ഞാനിപ്പോ ഒരു സ്ഥാനാർത്ഥിയോടാ, എനിക്കതിന്റെ ബുദ്ധിമുട്ട് നല്ലവണ്ണം അറിയാവുന്ന ആളാണ്. വലിയ പുള്ളിയൊക്കെയാ, ജർണച്ച നീണ്ടൊരു പെട്ടിക ഇവിടെ വായിച്ചല്ലോ. പക്ഷെ ഒരു ചെറിയ പോസ്റ്റ് മതി, തീരും. ഞാനും ഹിസ്കിയാവും തമ്മിൽ വലിയ ദൂരമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ലേ? എല്ലാം കണക്കാ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്ന് പറഞ്ഞ പോലെയാ ഈ വേദഭാഗത്ത് നമുക്ക് കാണുന്നത്. ഹിസ്കിയാവ് അത് കേട്ടപ്പോ, അശൂർ മഹാരാജാവ് തന്നെ വെല്ലുവിളിക്കുന്നു എന്ന് കേട്ടപ്പോ വസ്ത്രം കീറി, രട്ടെടുത്തു, യഹോവയുടെ ആലയത്തിലേക്ക് ചെന്നു. അത് നല്ല കാര്യമാട്ടോ. യഹോവയുടെ ആലയത്തിലേക്ക് ചെന്ന് മാറത്ത് അടിച്ച് എന്തു ചെയ്യണമെന്നറിയാതെ തകർന്നു നിൽക്കുകയാണ്. ഇവിടെ നമ്മളുണ്ടോ? ഈ ചിത്രത്തിൽ നമ്മളുണ്ടോ? ഞാനുണ്ടെന്ന് ഉറപ്പാ. നിങ്ങളുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ദൈവം എന്തുമാത്രം വിജയങ്ങളാണ് നമുക്ക് സ്വന്തമായി തന്നിട്ടുള്ളേ, എന്തുമാത്രം സാധ്യതകളാണ് നമുക്ക് തന്നിട്ടുള്ളത്. എന്നിട്ട് രോഗങ്ങൾ വെല്ലുവിളിക്കുമ്പോൾ നാം തളർന്നു പോകുന്നുവോ? ഈ ചുറ്റുപാടിൽ വെല്ലുവിളികൾ ഉയർന്നു പൊങ്ങുമ്പോൾ നാം തകർന്നു പോകുന്നുവോ? തകർന്നു പോകാതെ, തളർന്നു പോകാതെ പിടിച്ചു നിൽക്കണമെങ്കിൽ പ്രിയപ്പെട്ടവരെ, ആത്മീയ ജീവിതത്തിൽ നമുക്ക് തളർച്ചകളെ പ്രതിരോധിക്കുവാൻ കഴിയണം. നീഡ് ദ സ്പിരിറ്റ് ഓഫ് റെസിസ്റ്റൻസ്. ഒന്നാമത് എനിക്ക് പറയാനുള്ളതാ, തളർച്ചകളെ പ്രതിരോധിക്കാനുള്ള ശക്തി നമ്മൾ കൈവരിക്കണം. ഇത് ആത്മീയ ജീവിതത്തിന്റെ പ്രഥമവും പരവുമായ ദൗത്യം. മർത്തുഷ്മനിയുടെ അമ്മയുടെ ജീവിതം പകരുന്ന പ്രധാന പാഠവും ബോധ്യവും തളർച്ചകളെ പ്രതിരോധിക്കുക. റെസിസ്റ്റൻസ് എന്ന പദമാണ്. ആർ എന്ന് പറഞ്ഞാൽ ഇപ്പം തെറ്റിദ്ധരിക്കും. ഇപ്പൊ സൂപ്പർ ഹിറ്റായി മാറുന്ന ഒരു പടത്തിന്റെ പേര്. അച്ഛൻ ആറിനെ പറ്റിയല്ല പറയുന്നത്, അച്ഛൻ പറയുന്നത് പുതിയ ആറിനെ പറ്റിയാണ്. ആ ആറിന്റെ ഒന്നാമത്തെ ആറാണ് റെസിസ്റ്റൻസ്. പ്രതിരോധിക്കുവാൻ, ആധ്യാത്മികതയിൽ ജീവിത പരിസരങ്ങളിലേക്ക് എത്തുന്ന വെല്ലുവിളികളെ ദൈവകൃപ കൊണ്ട് പ്രതിരോധിക്കുവാൻ കഴിയുന്നിടത്താണ് ഒരു ഭക്തൻ പിറക്കുന്നത്. ലോകം ഉത്തരം പ്രതീക്ഷിക്കുന്ന കാലഘട്ടത്തിൽ നമുക്ക് നിശബ്ദരായിരിക്കാൻ കഴിയുമോ? നമ്മൾ ചോദിക്കേണ്ട ചോദ്യമാണ്. ഇവിടെ ഞാൻ എപ്പോഴും എല്ലാ വചനവേദിയിലും ഓർമ്മിപ്പിക്കുന്ന സുന്ദരമായ ഒരു വേദഭാഗമുണ്ട്. അത് രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 6-ാം അധ്യായം 8 മുതൽ 23 വാക്യങ്ങൾ. നമ്മുടെ എലീശ പ്രവാചകൻ തന്റെ യാത്രാമധ്യേ കൂടാരമടിച്ചു പാർക്കുകയാണ്. യാത്രാമധ്യേ കൂടാരമടിച്ചു പാർക്കുമ്പോ വെളുപ്പിനെ നല്ല തണുപ്പുള്ള രാത്രിയിൽ, ആ പ്രഭാതത്തിൽ എലീശ പ്രവാചകന്റെ ശിഷ്യൻ വന്ന് അദ്ദേഹത്തെ തട്ടി ഉണർത്തി. പ്രവാചക, അപകടത്തിലാണ്, നമ്മെ ശത്രു സൈന്യം വളഞ്ഞു നിൽക്കുന്നു, അശൂർ മഹാരാജാവിന്റെ സൈന്യം നമ്മെ വളഞ്ഞു നിൽക്കുന്നു, എന്തു ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ. ഉടനെ എലീശ പ്രവാചകൻ എഴുന്നേറ്റ് കൂടാര മറ നീക്കി പറഞ്ഞപ്പോ ശിഷ്യൻ പറഞ്ഞത് ശരിയാ. ക്രൂരതയ്ക്ക് പുകൽ പെറ്റ അശൂർ മഹാരാജാവിന്റെ സൈന്യം ഈ പാളയം ചുറ്റും ഇങ്ങനെ ഇന്ന് വളഞ്ഞു നിൽക്കുക. പ്രവാചകനും പ്രവാചകന്റെ ശിഷ്യനും മാത്രമേ ഉള്ളൂ കൂടാരത്തിനകത്ത്. ശിഷ്യന്റെ ദേഹം ഇങ്ങനെ ആലില പോലെ വിറയ്ക്കുന്നുണ്ട്. മരണഭീതി അവന്റെ കണ്ണിൽ നിന്ന് വായിച്ചെടുക്കാൻ കഴിയും. പക്ഷെ തിരിഞ്ഞു നിന്ന് പ്രവാചകൻ പറയുന്ന ഒരു സുന്ദരമായ വാചകം, സാരമില്ല, നമ്മോട് കൂടെയുള്ളവൻ അവരോട് കൂടെയുള്ളവരെക്കാൾ അധികമാണ്. എത്ര സുന്ദരമാണിത്!
പ്രിയപ്പെട്ടവരെ, മത്തുശ്മനി അമ്മയുടെ പെരുന്നാളിൽ പങ്കെടുക്കുമ്പോൾ ഈ തിരിച്ചറിവാണ് നമുക്കുണ്ടാവേണ്ടത്. തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് ആൾബലമോ ബന്ധുബലമോ സാമ്പത്തിക ബലമോ മറ്റ് പലതും ഒന്നുമില്ല എന്ന് നമുക്ക് തോന്നാം. പക്ഷെ നമ്മുടെ കൂടെയുള്ളവനെ നാം മറന്നു പോകുന്നു. നമ്മോട് കൂടെയുള്ളവൻ അവരോട് കൂടെയുള്ളവരെക്കാൾ അധികമാണ്. ഈ ദൈവകൃപയെ തിരിച്ചറിയുന്ന നിമിഷങ്ങളിലാണ് നമ്മുടെ ആത്മീയ ജീവിതത്തിന് ഒരു പ്രസക്തി ഉണ്ടാകുന്നത്. ഞാൻ ഒന്നാലോചിച്ച് നോക്കി, നമ്മുടെ സങ്കടങ്ങളിൽ കൂട്ടുവരാത്തതിനെ നമുക്ക് വിശ്വാസം എന്ന് വിളിക്കാൻ പറ്റുമോ? പറ്റില്ലെന്നാ എന്റെ ബോധ്യം. നമ്മുടെ സങ്കടങ്ങൾ അത് എന്തുമായിക്കൊള്ളട്ടെ, നമ്മുടെ സങ്കടങ്ങളിൽ കൂട്ടുവരേണ്ടതാ നമ്മുടെ വിശ്വാസ ജീവിതം. ഞാൻ ദുഃഖിതനായിരിക്കുമ്പോൾ, ഞാൻ തിരസ്കൃതനായിരിക്കുമ്പോൾ, ഞാൻ തളർന്നു പോകുമ്പോൾ, നാം തകർന്നു പോകുമ്പോൾ എനിക്ക് ആശ്വാസവും ബലവുമായി മാറേണ്ടതാണ് ആത്മീയത. അത് സ്വന്തമാക്കാൻ പ്രിയപ്പെട്ടവരെ എനിക്ക് നിങ്ങൾക്കും സാധിക്കും. ദൈവം ആരെയും ആത്യന്തികമായി തള്ളിക്കളയുന്നില്ല. വീണ്ടും കെരീത്ത തോടിന്റെ അരികിലേക്ക് നാം എത്തേണ്ടതുണ്ട്. കെരീത്ത തോടിന്റെ അരികിലേക്ക് നാം എത്തുമ്പോൾ കാണുന്ന കാഴ്ച എന്താണ്? പ്രഗത്ഭനായ എലീശ പ്രവാചകൻ എന്തോ ജീവിതത്തിന്റെ ചില തിരിച്ചടികൾ മൂലം ഒരു നദിക്കരയിൽ കെരീത്ത് തോടിനരികെ വന്നിരിക്കുകയാണ്. കഴിക്കാൻ ഭക്ഷണമില്ല, കരുതാൻ ആളില്ല. അപ്പോഴാണ് ദൈവത്തിന്റെ അരുളപ്പാടുണ്ടായത്. ഈ പ്രവാചകന് ഭക്ഷണം കൊടുക്കാൻ തക്കവണ്ണം ഒരാളെ പറഞ്ഞേൽപ്പിച്ചു. അതാരാണ്? സരാബ്തയിലെ നല്ല ബസ്റ്റ് പുള്ളിയാ ഏൽപ്പിച്ചേ. അതെന്താ? ആ അമ്മച്ചിയുടെ കലത്തിലാണെങ്കിൽ മാവുമില്ല, കുടത്തിലാണെങ്കിൽ കൊള്ളാം. ഏൽപ്പിച്ച പുള്ളി കൊള്ളാം. പ്രവാചകന്റെ വിശപ്പിന് ഉത്തരം നൽകുവാൻ തക്കവണ്ണം ദൈവം ഏൽപ്പിച്ചത് കലത്തിൽ മാവ് അല്പം പോലും ബാക്കിയില്ലാത്ത, കുടത്തിൽ എണ്ണ അല്പം പോലും ബാക്കിയില്ലാത്ത ഒരു സാധു സ്ത്രീയെ. ഈ കരുതൽ മനസ്സിലാവുമോ? നമുക്ക് മനസ്സിലാവില്ല. നമ്മള് അടിക്കുകയാണെങ്കിൽ ഒരു 50 കോടിയുടെ ഓണം ബമ്പറെങ്കിലും അടിക്കണം, എന്നാലേ നമ്മള് ദൈവം പ്രവർത്തിച്ചു എന്ന് പറയൂ. അല്ലെ മാറുവാണ് മിനിമം ഒരു 2 ക്യാൻസറിന്റെ മുഴയെങ്കിലും മിനിമം മാറണം. എന്നാൽ മാത്രമേ നമ്മൾ അതിനെ ദൈവകൃപയായിട്ട് അംഗീകരിക്കൂ. കുറഞ്ഞ പക്ഷം ഭർത്താവിന്റെ കള്ളുകൂടിയെങ്കിലും ഇതൊക്കെ ആത്മീയതയിലുണ്ട്. നമ്മൾ അതിനെ ഒരിക്കലും വില കുറച്ച് കണ്ട് സംസാരിക്കുകയല്ല. പക്ഷെ അതിലൊക്കെ ഉപരിയായി ദൈവം നമ്മുടെ ജീവിതത്തിന്റെ പരിസരങ്ങൾ ഒരുക്കിയിരിക്കുന്ന കരുതലിന്റെ സാധ്യതകൾ ഈ അമ്മയെ പറഞ്ഞേൽപ്പിക്കുമ്പോൾ ഒരുപക്ഷെ എലീശായിക്ക് തോന്നിക്കാണും ഇതെന്തൊരു ദൈവ പദ്ധതിയാണെന്ന്. പക്ഷേ അമ്മയെ ഒഴിഞ്ഞ കുടവുമായി പ്രവാചകന്റെ അടുക്കിലേക്ക് പറഞ്ഞു വെച്ചെങ്കിലും ദൈവകൃപ ഇറങ്ങി വ്യാചരിച്ചപ്പോൾ അത് ഒഴിയാത്ത കുടമായി മാറി. ആ കുടത്തിലെ എണ്ണ വറ്റാത്ത ഇടമായി മാറി. മാവ് ഒരിക്കലും വറ്റാത്ത ഇടമായി മാറി. നമ്മൾ ഇതില്ലേ പ്രതീക്ഷിക്കണ്ടേ? ഒരു കുടം മാവ് കിട്ടിയാൽ ഉപയോഗിക്കും തോറും അത് തീർന്നു പോവില്ലേ? പക്ഷെ കുറയാത്ത മാവുമായി, കുറയാത്ത എണ്ണുമായി, കരുതലിന്റെ ഉയരങ്ങളുമായി നമ്മോടൊപ്പം നിൽക്കുന്ന ദൈവ പദ്ധതിയെ നാം തിരിച്ചറിയണം. അത് ഈ കാലഘട്ടത്ത് ആവശ്യമാണ്. ഇനി അത് കഴിഞ്ഞിട്ട് ഈ പ്രവാചകന് ഭക്ഷണം കൊണ്ട് കൊടുക്കുവാൻ ഒരാളെ ഏൽപ്പിച്ചു, ഭക്ഷണം വെക്കാൻ ഒരാളെ ഏൽപ്പിച്ചു, അതോടൊപ്പം തന്നെ ഭക്ഷണം കൊണ്ട് കൊടുക്കാൻ ഒരാളെ ഏൽപ്പിച്ചു. ആരാണ്? ആ ലോകത്തിലെ ആദ്യത്തെ കൊറിയർ സർവീസാ. ആരാ? ഒരു ഇസ്രായേലൻ അവന്റെ ജീവിതത്തിൽ അവൻ ഏറ്റവും വെറുക്കുന്ന ജീവിയാണ് കാക്ക. പക്ഷെ കാക്കയിലൂടെയാണ് ദൈവത്തിന്റെ പ്രവർത്തനം. ഞാൻ എന്തിനിത് പറഞ്ഞു വരുന്നു എന്ന് ചോദിച്ചാൽ, പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മുടെ ജീവിത ഇടങ്ങളിൽ നാം പ്രതീക്ഷിക്കാത്ത വിധത്തിൽ ഇടപെടുന്നുണ്ട്. ഈ ഇടപെടലിന്റെ ആഴമാണ് നാം തിരിച്ചറിയേണ്ടത്. ഈ ഇടപെടലിനെ പറ്റിയുള്ള ബോധ്യമാണ് നമ്മുടെ തളർച്ചകളെ അതിജീവിപ്പാൻ നമ്മെ പരിശീലിപ്പിക്കുന്നത്. എന്തുമായിക്കൊള്ളട്ടെ, ജീവിതത്തിന് തളർച്ചകൾ എന്തുമായിക്കൊള്ളട്ടെ,
പക്ഷെ അത് നേരിടുവാനും പ്രതിരോധിക്കുവാൻ നമുക്ക് കഴിയുന്നത് ഈ ദൈവകൃപയുടെ ആഴങ്ങൾ മനസ്സിലാക്കുമ്പോഴാണ്. പക്ഷെ നമ്മുടെ പ്രശ്നം എന്തെന്നറിയാമോ? നമ്മൾ എന്തൊക്കെയോ ചിലത് ചെയ്തു കൂട്ടി അതിൽ നിന്ന് എത്രയും വേഗം പുറത്തു കിടക്കാനാ ശ്രമിക്കുന്നത്. ഞായറാഴ്ച പള്ളി പോയേക്കാം. പള്ളി വന്ന് നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ ധാരണ ഇത് എപ്പം തീരും. അപ്പൊ അവിടെ നിൽക്കുന്ന കുറിയാലായിസ്വനും ആമേനും പള്ളി അച്ഛന്റെ പ്രസംഗോ ഒന്നുമില്ല. പോണം, പോയി വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ ധാരണ ഇതെപ്പം എന്തൊക്കെയോ എങ്ങനെയൊക്കെയോ ചെയ്തു തീർക്കുവാൻ കഴിയുമ്പോ ആധുനിക മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്തെന്നറിയാമോ? ആസ്വദിച്ച് ഭക്ഷണം കഴിക്കുന്നവരില്ല. അതുകൊണ്ട് രുചി തേടി ഓടുക നമ്മളെല്ലാവരും. ഒന്നും ആസ്വദിക്കാൻ കഴിയുന്നില്ല. വസ്ത്രം എത്ര ധരിച്ചിട്ടും തൃപ്തിയാവുന്നില്ല. അതുകൊണ്ട് കൈയുള്ളതും കൈയില്ലാത്തതും കാലുള്ളതും കാലില്ലാത്തതും മുറുകിയതും ഇറുകിയതും എത്ര ധരിച്ചിട്ടും തൃപ്തി വരുന്നില്ല. എത്ര കഴിച്ചിട്ടും അത് തന്നെ. ഒരാളെങ്കിലും സത്യം പറഞ്ഞു. അപ്പൊ നമുക്ക് എന്താ സംഭവിക്കുക? കഴിക്കാനില്ലാത്തത് കൊണ്ടാണോ, ഉടുക്കാനില്ലാത്തതാണോ? എന്താ നമ്മുടെ പ്രശ്നം? ഇതൊക്കെ ഉള്ളതാണ് നമ്മുടെ പ്രശ്നം. ഇതൊക്കെ കാരണം നമ്മള് ചിലതിൽ നിന്ന് ഒന്നിനെയും ഹൃദയത്തോട് ചേർത്ത് കേൾക്കാൻ കഴിയാതെ നമ്മളത് ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഇങ്ങനെ വല്ലാതെ യാത്ര ചെയ്യുന്നവരാണ്. ഒന്നിനെയും ജീവിതത്തിന്റെ ഭാഗമാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ജീവിതത്തിന്റെ സങ്കടങ്ങളുടെ നടുവിൽ നിന്റെ വിശ്വാസ ജീവിതം അത് കൂട്ടുവരേണ്ടതല്ലേ? കൂട്ടുവരുന്നതുണ്ടോ എന്ന ചോദ്യം ഞാൻ ചോദിച്ചത് അവിടെയാണ്. നമുക്ക് വേദപുസ്തകത്തിലേക്ക് പോകാം. 5 അപ്പവും 2 മീനും കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച സംഭവമുണ്ട്. യേശുദമ്പുരാൻ ഇങ്ങനെ വചനം പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ നേരം വൈകിയപ്പോ ശിഷ്യന്മാർക്ക് ആദിയായി. അവര് വന്ന് യേശുക്രിസ്തുവിനോട് പറഞ്ഞു, ഓരോ നേരം വൈകി, എത്രയും വേഗം ഇവരെ ഗ്രാമങ്ങളിലേക്ക് അവരവരുടെ ഉത്തരവാദിത്തങ്ങൾ അവസാനിപ്പിക്കാനുള്ള തിരക്കിലാണ്. ഇതൊക്കെ ഒന്ന് പോയിട്ട് വേണം നമ്മുടെ അമ്മമാര് പറഞ്ഞു പോലെ നിങ്ങളൊന്ന് കഴിച്ചിട്ട് വേണം നമുക്കൊന്ന് എന്ന മാനസികാവസ്ഥയിലെ ശിഷ്യന്മാര്. എന്നിട്ട് അവര് പറഞ്ഞു ഇവരെ എത്രയും വേഗം പറഞ്ഞേക്കണം. അപ്പം ക്രിസ്തു പറഞ്ഞു, പറ്റില്ല, നിങ്ങൾ തന്നെ ഇവർക്ക് യേശു പുതിയ നിയമ പണ്ഡിതനാണ് എന്റെ മുമ്പ് ഇരിക്കണേ. എന്റെ വിഷയമൊന്നും അല്ലത്. ഈ ക്രിസ്തു തമ്പുരാൻ അങ്ങനെ പറഞ്ഞത് നമ്മൾ പറഞ്ഞു കരുതലാണ്, കരുണയാണ് എന്നൊക്കെ പറയും. അതെ, കരുതലാണ്, കരുണയാണ്. ഞാൻ എപ്പോഴും ദൈവശാസ്ത്രത്തിന്റെയും വേദപുസ്തകത്തിന്റെയും സാമൂഹ്യ ബോധങ്ങൾ പഠിപ്പിക്കുന്ന അച്ഛനാണ്. അതുകൊണ്ട് ചെറുനച്ഛനെ ഇരുത്തിക്കൊണ്ട് എനിക്ക് പറയാൻ സാധിക്കും, അത് ക്രിസ്തു പറഞ്ഞതിന് പ്രത്യേകമായ മറ്റൊരു പശ്ചാത്തലം കൂടിയുണ്ട്. കാരണം മെഡിറ്ററേനിയൻ കാലാവസ്ഥയിൽ വളരെ നേരത്തെ സന്ധ്യയാവും. അറിയാം. അപ്പൊ നേരം വൈകി എന്ന് പറഞ്ഞാൽ കുറ്റാക്കൂരിട്ടായി എന്നർത്ഥം. ഈ കുറ്റാക്കൂരിട്ടത്ത് തന്റെ കടമകളിൽ നിന്ന് പുറത്താക്കണം. ഇനി എല്ലാരും പോയി വീട്ടിൽ പോക്കോളൂ എന്ന് പറയാൻ ക്രിസ്തു എന്ന ഗുരുവിന് കഴിയുമായിരുന്നില്ല. നമുക്ക് കഴിയുമായിരിക്കും, ക്രിസ്തു എന്ന ഗുരുവിന് ഒരിക്കലും കഴിയുമായിരുന്നില്ല. പിന്നെ അടുത്തുള്ള ഗ്രാമങ്ങളിലേക്ക് പോകാൻ അതും അസംഭവ്യമാണ്. അച്ഛനറിയാം, മെഡിറ്ററേനിയൻ പശ്ചാത്തലത്തിൽ അല്ലെങ്കിൽ ഇസ്രായേലിന്റെ പശ്ചാത്തലത്തിൽ ഒരു ഗ്രാമത്തിൽ നിന്ന് മറ്റൊരു ഗ്രാമത്തിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് വളരെ വലുതാ. എത്ര എളുപ്പം. ദാറ്റ് ഈസ് നോട്ട് ആൻ ഈസി ടാസ്ക്, ആൻ ഈസി ജോബ്. അതുകൊണ്ട് തന്നെ ക്രിസ്തു പറഞ്ഞു, നോ, നിങ്ങൾ ഇവർക്ക് പുഷ്പം കൊടുക്കണം. കർത്താവ് പറഞ്ഞ ആ കാലഘട്ടത്തെ കൊടുത്ത് മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അത് വളരെ ആഴത്തിൽ സംവേദിക്കുകയാണ്, ആഴത്തിൽ അതിന് ഇടം കണ്ടെത്തുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിത അനുഭവങ്ങളിൽ നമുക്കാർക്കും തളർച്ചകൾ ഇല്ലാതിരിക്കാൻ വേണ്ടിയല്ല നാം പ്രാർത്ഥിക്കേണ്ടത്. പലരും പ്രാർത്ഥിക്കുന്നതാ, എന്നും പ്രാർത്ഥിക്കും, അപ്പായെ കാത്തോണേ, അമ്മയെ കാത്തോണേ, എന്നെയും കാത്തോണേ, പിന്നെ ആരെ കാത്തില്ലെങ്കിലും തളർച്ചകൾ വരാതിരിക്കാനാണ്, വീഴ്ചകൾ വരാതിരിക്കുവാനാണ്, പരാജയപ്പെട്ട് പോകാതിരിക്കാനാണ് പ്രാർത്ഥിക്കുന്നത്. തിരിച്ചു ചിന്തിക്കണം.
പരാജയങ്ങളുടെ നടുവിൽ പിടിച്ചു നിൽക്കാനാണ് പ്രാർത്ഥിക്കേണ്ടത്. തളർന്നു പോകുമ്പോൾ താളടിയാകാതിരിക്കാനാണ് പ്രാർത്ഥിക്കേണ്ടത്. രോഗങ്ങൾ വരുമ്പോൾ തകർന്നു പോകാതിരിക്കാനാണ് പ്രാർത്ഥിക്കേണ്ടത്. ഇങ്ങനെ പ്രാർത്ഥിച്ച മർത്തുശ്മുനി നമ്മുടെ മുമ്പിൽ ഇങ്ങനെ ഉജ്ജ്വല ദീപമായി നിൽക്കുകയാണ്. ഉജ്ജ്വല ദീപമായി, തേജസ്സായി, സൂര്യഗോളമായി, ആത്മീയതയുടെ നവതേജസ്സായി നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. തളർന്നു പോകാൻ തക്കവണ്ണം നാം വിളിക്കപ്പെട്ടിട്ടില്ല. എന്തുവായിക്കൊള്ളേ സാധ്യതകളെ, തളരാൻ അധികം സാധ്യത ഒന്നും വേണ്ട. ഈ ലോകത്ത് തളർന്നു പോകുവാൻ അശൂർ മഹാരാജാക്കന്മാർ നമുക്ക് വെല്ലുവിളിക്കപ്പെടുന്ന ലോകത്താണ്. ഇപ്പൊ ഈ കഴിഞ്ഞ 2 വർഷമായി നമ്മുടെ പള്ളികൾ അല്പസമയം നടന്നു നിന്നപ്പോ സോഷ്യൽ മീഡിയയിൽ എന്തൊരു ആക്രോശമായിരുന്നു കണ്ടോ. കാരണം നമ്മൾ തളർന്നു പോകുമോ എന്നത് അന്വേഷിക്കുന്ന ഒരു ജനതയുണ്ട് ഇവിടെ. അവിടെ തളർന്നു പോകാതെ പിടിച്ചു നിൽക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്, നമ്മുടെ നിയോഗമാണ്. ഇവിടെ ഇങ്ങനെ രട്ടുടുത്ത് വസ്ത്രം കീറി ദേവാലയത്തിൽ കിടന്ന് കരയുന്ന ഹിസ്കിയാവിനോട് നമ്മുടെ യെശയ്യാവ് പറയുന്നൊരു ഉത്തരമുണ്ട്. ആ ഉത്തരവും വളരെ ഹൃദയസ്പർശിയാണ്. ഉത്തരം ഇങ്ങനെ, 2 രാജാക്കന്മാർ 19-ാം അധ്യായം 16-ാം വാക്യത്തിലെ ഉത്തരം ഇങ്ങനെ: യെശയ്യാവ് ഹിസ്കിയാവിനോട് പറഞ്ഞു, വാക്കുകൾ നിമിത്തം ഭയപ്പെടേണ്ട. എന്തോ ഭയപ്പെടേണ്ട? വാക്കുകൾ നിമിത്തം ഭയപ്പെടേണ്ട. ഒരു മനുഷ്യനെ ഏറ്റവും അധികം തളർത്തിക്കളയുന്നത് എന്താണെന്നറിയാമോ? എന്താ അത്? ഞാൻ ഈ ദിവസമൊക്കെ കുറച്ച് കൂടുതലായി എല്ലാവരും വളരെ സ്നേഹത്തോടെ വിളിച്ചു പറയും, ഒന്ന് നോക്കിക്കോണേന്ന്. ഒരു ദിവസം പോകും, നമ്മെ വല്ലാതെ തളർത്തിക്കളയും. വാക്കുകൾ നിമിത്തം ഭയപ്പെടേണ്ട എന്നത് യെശയ്യാവിന്റെ ബോധ്യമാണ്, ഈ കാലഘട്ടത്തിന്റെ ബോധ്യമാണ്. നമ്മുടെ എത്രയോ കുട്ടികൾ ഇന്ന് അപകർഷതാ ബോധത്തിന്റെ തടവറക്കാരാന്നറിയാമോ? ആരെങ്കിലും നോക്കിയിട്ട് കറുപ്പ, നമ്മളൊരു പക്ഷേ ഒന്നും അറിയാതെയാണ് ഇതൊക്കെ ഇങ്ങനെ. ഇത് പറയുമ്പോൾ എനിക്കൊരു കാര്യം ഓർമ്മിപ്പിക്കാതിരിക്കാൻ കഴിയില്ല. ഈ എൻ്റെ സുഹൃത്തുക്കളായ പലരും ക്യാൻസർ രോഗികളായി നിൽക്കുമ്പോൾ അവരെന്നോട്, ഒരു കൺവെൻഷൻ പ്രസംഗകരായി എന്നോട് ആവശ്യപ്പെട്ടു, അച്ഛൻ എവിടെ പോയാലും ഇതൊക്കെ ഒന്ന് പറയണം. അതുകൊണ്ട് പറയാൻ ശ്രമിക്കുക. നമ്മൾ ഈ പല ക്യാൻസർ രോഗികളെയും കാണാൻ പോയിട്ട് അവിടെ നിന്നോട് ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. നമ്മൾ ഈ കിസ് കോമ്പറ്റീഷൻ നടത്താനാണ് പലപ്പോഴും അങ്ങോട്ട് പോകുന്നത്. അവിടെ പോയി ചോദിക്കുക, എവിടാ മുഴ വന്നേ? ഒന്നാമത്തെ ചോദ്യം. ഒരു രോഗി അതത്ര വലിയ ഹൃദയത്തിൽ കേൾക്കാൻ ഒട്ടും ഇഷ്ടമുള്ള ഒരു വാക്കല്ലത്, പക്ഷെ നമ്മൾ ചോദിച്ചുകൊണ്ടേ ഇരിക്കും. അടുത്ത ചോദ്യം, എത്ര കീമോ കഴിഞ്ഞു, ഇനി എത്രൂടെ? അവന്റെ ജീവിതത്തിൽ അവൻ്റെ ഒരു പ്രത്യേകമായ ഒരു അവസ്ഥാവിശേഷമാണത്. അതവന് അധികം ഇഷ്ടപ്പെടുന്നില്ല അത് കേൾക്കുവാൻ. മൂന്നാമത്തെ ചോദ്യം അതിക്രൂരാണ്. തലമുടിയൊക്കെ പൊഴിഞ്ഞായിരുന്നു. ഞങ്ങൾ വിചാരിച്ച പോലൊന്നും പൊഴിഞ്ഞില്ല. ആശ്വസിപ്പിക്കാൻ പോയവരുടെ വാക്കുകളാണ്. നാലാമത്തേത് അതിഭീകരം. ഞങ്ങളുടെ അപ്പുറത്തൊരു അമ്മച്ചി ഉണ്ടായിരുന്നു, മരിച്ചുപോയി, പാവം, ക്യാൻസർ ആയിരുന്നു. നമ്മുടെ വാക്കുകൾ എന്ത് വിപ്ലവങ്ങളാണ് ഇവിടെ സൃഷ്ടിക്കുന്നത്. നമ്മുടെ വാക്കുകൾ എന്തു വലിയ പ്രതിസന്ധികളാണ് നമ്മുടെ ജീവിത പരിസരങ്ങൾ സൃഷ്ടിക്കുന്നത്. അതുകൊണ്ട് വെല്ലുവിളി ഉയർത്തുന്ന വാക്കുകൾ ഉണ്ടാകാം എങ്കിൽ തളർന്നു പോകാൻ നാം വിളിക്കപ്പെട്ടിട്ടില്ല എന്നതാണ് ഇന്ന് രാത്രിയുടെ സന്ദേശം. അതാണ് സന്ദേശം. എല്ലാവരും നല്ലത് പറയും എന്ന ബോധ്യത്തോടു കൂടി ഒന്നിനും നമുക്ക് പോകുവാനായി കഴിയുകയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആത്മീയതയുടെ ഒന്നാമത്തെ R റെസിസ്റ്റൻസ് എന്നാണ്. തളർച്ചകളുടെ നടുവിൽ പ്രതിരോധിക്കുവാൻ കഴിയണമെന്ന് യെശയ്യാവ് ഹിസ്കിയാവിനെ ഓർമ്മിപ്പിക്കും. രണ്ടാമത് ഇവിടെ ചോദിക്കുന്ന ചോദ്യം, യുദ്ധത്തിന് വേണ്ടുന്ന ആലോചനവും ബലവും നിനക്കുണ്ടെന്ന് പറയുന്നത് വെറും വാക്കത്രേ. ചോദിക്കുകയാണ്, നീ എന്തായി പറയണേ? അശൂർ രാജാക്കന്മാരെ വെല്ലുവിളിക്കാൻ തക്കവണ്ണം നീ വളർന്നിട്ടുണ്ടോ?
നിന്റെ ആശ്രയം എന്താണ്? നിന്റെ ആലോചന എന്താണ്? പ്രിയപ്പെട്ടവരെ, എന്റെ ദൈവം തരാത്ത ഒരു ആലോചനയും എന്റെ ജീവിത പരിസരങ്ങളിലില്ല എന്ന് നമുക്ക് ഉറപ്പ് നൽകാൻ കഴിയുമോ? നമുക്ക് ഉറപ്പ് നൽകുവാൻ കഴിയുമോ? എന്റെ ആലോചനയുടെ വേര് അതെന്റെ തമ്പുരാനാണെന്ന് ഉറക്കെ പ്രഖ്യാപിപ്പാൻ കഴിയുമോ? മർത്തുശ്മനിയോട് പലവട്ടം ചോദിച്ചില്ലേ? ചുമ്മാതൊന്നും തള്ളി പറഞ്ഞാവും. എന്താ അങ്ങനല്ലേ പറഞ്ഞു? വലിയ ബലത്തിലൊന്നും തള്ളി പറയണ്ട. പിന്നെ എങ്ങനെ പറയണം? ചുമ്മാ. പക്ഷേ ആ അമ്മയുടെ ഉള്ളിൽ ആഴ്ന്നിറങ്ങിയ വിശ്വാസത്തിന്റെ വേരുകളുണ്ട്. എന്തുകൊണ്ട്? വിശ്വാസത്തിന്റെ. ഇപ്പൊ നമുക്കൊരു പ്രശ്നമുണ്ട്. നമ്മുടെ പല വീട്ടിലും ഇന്ന് ബോൺസായി ചെടികൾ ഇരിപ്പുണ്ട് അല്ലേ? വലിയ ആലും വലിയ മാവും വലിയ പ്ലാവും. കഷ്ടം. 20 വർഷം ഇരുന്നാലും അതൊരു ചട്ടിക്കകത്ത് നിന്നോളും. കാണാൻ നല്ല രസമാണ്. പക്ഷെ അങ്ങനെ ചട്ടിക്കകത്ത് നിൽക്കണമെങ്കിൽ ആദ്യം അതിന്റെ എന്തോ വേര് മുറിക്കണം, താഴ്വേര് മുറിച്ചു കളയണം. നമ്മുടെ പിള്ളേരെ ബോൺസായി പിള്ളേരായിട്ടാണ് വളർത്തുന്നത്. ആദ്യം മുറിക്കുന്നത് എന്തോ വേര്? താഴ്വേര്. ചോദിക്കല്ലേ, പറയല്ലേ, മിണ്ടരുത്, പോകരുത്, നോക്കരുത്, ചിന്തിക്കരുത്, ചിന്താശക്തി ഉണ്ടാവല്ലോ. അച്ഛനൊന്ന് പറയണം. ഞാൻ എൻ്റെ ജന്മത്ത് പറഞ്ഞിട്ട് ഇനിയും പറയാൻ ഉദ്ദേശവുമില്ല. ചിന്തിക്കേണ്ട തലമുറ ചിന്തിച്ചു വളരട്ടെ. ആലോചിക്കേണ്ട തലമുറ ആലോചിച്ചു വളരട്ടെ. ചോദ്യങ്ങൾ ചോദിക്കേണ്ട തലമുറ ചോദിച്ചു വളരട്ടെ. ഇനി മേലെ എന്നെ വിളിക്കത്തിരുന്ന കാര്യത്തിൽ തീരുമാനമായി. എന്തിനാണ് ഈ താഴ്വേരുകൾ മുറച്ചു നിൽക്കുന്നത്? നമുക്ക് വേണ്ടത് ചടുലമായ സാധ്യതയുള്ള ഒരു തലമുറയാണ് നമുക്ക് വേണ്ടത്. പലയിടത്തും ഞാൻ കണ്ടിട്ടുണ്ട്, വലിയ ഡിഗ്രികളൊക്കെ ഉണ്ടെങ്കിലും ഒരു ചെറിയ ചലന്തിയെ കണ്ടാൽ ആശാൻ ഓടി എവിടെ കയറും? എവിടെ കയറും? അത് തന്നെ. എവിടെ കയറും? കട്ടിലിന്റെ പുറത്ത്. പുള്ളിക്ക് ആറ്റം ബോംബൊന്നും ഒരു പ്രശ്നമല്ല. അവന്റെ കമ്പ്യൂട്ടർ ഗെയിമിൽ ചെറന്ന് പറഞ്ഞ അടിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ചലന്തി വന്നാൽ ആശാൻ ഇതൊക്കെ പൂട്ടിക്കെട്ടിട്ട് ചേരപ്പുറത്ത് കയറും. ഇതെന്ത് തരം ആത്മബലമാണ്? നിങ്ങൾ ഈ താഴ്വേര് മുറിച്ചൊരു തലമുറയെ സൃഷ്ടിക്കുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. ഇവിടെ ഇരിക്കുന്ന ഒരു വലിയ തലമുറ ഉള്ള ആദരവാ. അവരെയൊന്നും വൈറസ് വെല്ലുവിളിക്കുമെന്ന് ഞാൻ ചിന്തിക്കുന്നത്. ഞാൻ എത്ര കണ്ടതാ അല്ലേ? മലമ്പനിയും കോളറയും ദുരിതങ്ങളും നീന്തിക്കേറിയ ഒരു തലമുറയാണിത്. ഈ തലമുറയെ കൊറോണ വെല്ലുവിളിക്കുമോ? ഞാൻ ചിന്തിക്കുന്നില്ല. എനിക്കങ്ങനെ ചിന്തയില്ല. അങ്ങനെ ഒരു കാഴ്ചപ്പാടുമില്ല. പക്ഷേ താഴ്വേരുകൾ മുറിക്കപ്പെടാൻ പാടില്ല. താഴ്വേരുകൾ മുറിക്കപ്പെട്ടാൽ അതൊരു ശില്പം മാത്രമാണ്, സൗന്ദര്യ കാഴ്ച വസ്തു മാത്രമാണ്. അവിടെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആലോചനയുടെ ആഴം എന്താ? നമ്മുടെ ആലോചനയുടെ ആഴം ദൈവമാണ് എന്ന് കണ്ടെത്തുവാൻ നമുക്ക് സാധിക്കണം. അപ്പൊ എനിക്ക് രണ്ടാമത്തെ റൂട്ട്സിനെ പറ്റി അച്ഛന് പറയണം. ഒന്ന് റെസിസ്റ്റൻസിനെ പറ്റി പറഞ്ഞെങ്കിൽ രണ്ടാമത്തെ എന്താണ്? റൂട്ട്സ്. വേരുള്ള വിശ്വാസ ജീവിതം നമുക്ക് വേണം. കേവലം മറ്റുള്ളവരെ ബോധിപ്പിക്കുവാൻ തക്കവണ്ണമുള്ള ആത്മീയ ശില്പങ്ങൾക്ക് ഇവിടെ എന്ത് പ്രസക്തി? ആത്മീയ ശില്പങ്ങൾക്ക് ഇവിടെ എന്ത് ഉണ്ടെന്ന് തോന്നുന്നില്ല. പലപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നില്ല. ഞാൻ എൻ്റെ വിദ്യാർത്ഥികളെ എപ്പോഴും ഓർമ്മിപ്പിക്കാറുണ്ട്, വിശുദ്ധ ബലിപീഠത്തിൽ ബലി ചൊല്ലുന്നത് പള്ളിയിൽ നിശ്ചയിച്ചിരിക്കുന്ന ആരാധനക്രമങ്ങളെ ആരാധനയുടെ സമയത്തെ ബോധ്യപ്പെടുത്താനല്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതാരെ ബോധ്യപ്പെടുത്താനാ? ദൈവത്തെ ബോധ്യപ്പെടുത്താനാ. നമ്മുടെ കർമ്മങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ദൈവത്തെ. പക്ഷെ ഇപ്പൊ യൂട്യൂബ് വന്നതോടുകൂടി ഈ സംഗതി മുഴുവൻ പോയി. ഇപ്പൊ മൊത്തം യൂട്യൂബ് മയാണ്. എന്താ മയ? ഞങ്ങളുടെ അച്ഛൻ്റെ ലുത്തിനിയ കേട്ടോ, തകർപ്പം പ്രസംഗം, കിടിലം പ്രസംഗം, ആകെ പ്രശ്ന. പലരും ഇന്ന് ഈ യൂട്യൂബ് വരുമാനം കൂടെ പ്രഖ്യാപിച്ചോടുകൂടി രാവിലെ അപ്പൻ്റെ കപ്പ കൃഷി കണ്ടോ, അമ്മാമ്മയുടെ മത്തിക്കറി കണ്ടോ,
അച്ഛന്റെ ലുത്തിനിയ, ഇതെല്ലാം ഒരേ റേഞ്ചില്ല. അച്ഛന്റെ ഉത്തോപ്പോ കേട്ടോ, അത്രയൊക്കെ പറഞ്ഞാൽ കുഴപ്പമില്ല. അത് കഴിയുമ്പം പറയും, എന്താ പറയും? നിങ്ങൾ പറ. അത് കഴിയുമ്പോൾ എന്താ പറയും? ഇതൊന്ന് ലൈക്ക് ചെയ്യണം, പിന്നെന്തോ ചെയ്യണം, പിന്നെന്തോ ചെയ്യണം, പിന്നെന്തോ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെന്തോ ചെയ്യണം, കമന്റ് ചെയ്യണം. വേദപുസ്തകം ചോദിച്ചാൽ പൂട്ടിപ്പോകും. ഇതൊന്നും പോരാഞ്ഞിട്ട് വേണ്ടക്കൊരു ബട്ടണുണ്ട്, അതിൽ കൂടെ ഞെക്കൂടെ വേണം. ഇങ്ങനെയായിപ്പോയി കാലം. ഈ കാലത്താണ് നാം ജീവിക്കുന്നത്. കാലത്തിന്റെ പ്രത്യേകത, ആർക്കും കാലത്തിന്റെ പ്രത്യേകതയിൽ നിന്ന് പ്രത്യേകിച്ച് അങ്ങനെ വലിയ മോചനമൊന്നും ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഇവിടെ നമ്മുടെ വിശ്വാസ ജീവിതത്തിന്റെ ആഴം എന്താണ്, വേരുകൾ എന്താണ്, ചിന്തിക്കേണ്ട ചോദ്യമുണ്ടോ? ഞാൻ ഈ അടുത്ത കാലത്ത് വായിച്ച ഒരു വലിയ വലിയ വായനയിൽ എന്നെ ഒരു ഭക്തൻ പ്രാർത്ഥിക്കുന്നു. ആ ഭക്തന്റെ പ്രാർത്ഥന ഇങ്ങനെ: ദൈവമേ, നിന്നെ ഞാൻ ആരാധിക്കുന്നത് നരകത്തോടുള്ള ഭയം കൊണ്ടാണെങ്കിൽ എന്നെ നരകത്തിയിൽ ഇട്ടുകളയണേ. വീണ്ടും അവൻ തുടരുന്നു: നിന്നെ ഞാൻ ആരാധിക്കുന്നത് സ്വർഗം കിട്ടാനുള്ള അഭിലാഷം കൊണ്ടാണെങ്കിൽ സ്വർഗം എനിക്ക് നേരെ കൊട്ടിയടക്കണേ. മൂന്നാമത് പ്രാർത്ഥിച്ചു: ദൈവമേ, ഞാൻ നിന്നെ അന്വേഷിക്കുന്നത് നിന്നെ ലഭിക്കുവാൻ മാത്രമെങ്കിൽ നിന്റെ സാമീപ്യം എനിക്ക് നിഷേധിക്കരുത്. വളരെ മനോഹരമായിരിക്കുന്നു. ദൈവമേ, ഞാൻ നിന്നെ അന്വേഷിക്കുന്നത് നരകത്തിന്റെ ഭയം കൊണ്ടോ സ്വർഗത്തിന്റെ സാധ്യത കൊണ്ടോ അല്ല. ഞാൻ നിന്നെ അന്വേഷിക്കുന്നത് നിന്നെ എനിക്ക് ലഭിക്കണം. ഐ ഇൻ ദ സെർച്ച് ഓഫ് മൈ റൂട്ട്സ്. ഞാൻ എന്റെ വേരുകളിലേക്കുള്ള അന്വേഷണത്തിലാണ്. എന്റെ സങ്കടങ്ങളിൽ സ്വന്തനമായി മാറുന്ന കൃപാദാനങ്ങളുടെ വേരുകളിലേക്കാണ് ഞാൻ അന്വേഷിക്കുന്നത്. പറ്റുമോ? ഈ തലമുറയിലേക്ക് അത് എത്തിക്കാൻ കഴിയുമോ? ഈ തലമുറയ്ക്ക് അത് കൊടുക്കുവാൻ പ്രിയപ്പെട്ടവർ എനിക്ക് നിങ്ങൾക്ക് സാധിക്കുമോ? വലിയ വെല്ലുവിളിയാണ്. അമ്മമാരോടൊരു ചോദ്യം: മെഴുകുതിരി കത്തിച്ച് കുഞ്ഞിന്റെ കയ്യിലല്ലാതെ പിന്നെ എവിടെ കൊടുക്കുക? മണ്ടത്തരമാ നിങ്ങൾ കാണിക്കണേ. ജിബിൻ സാബോച്ചനെ നോക്കുന്നു. ഈ മണ്ടനച്ചനാണോ നിങ്ങളെ പഠിപ്പിച്ചേ? മെഴുകുതിരി കത്തിച്ച് പിന്നെ കയ്യിലല്ലാതെ പിന്നെ എവിടെച്ചോ കൊടുക്കുക. ഒന്നുകൂടെ അച്ഛൻ ആവർത്തിക്കുന്നു: മെഴുകുതിരി കത്തിച്ച് കൈ കൊടുത്തിട്ട് ഒരു കാര്യമില്ല. എന്താണെന്നറിയാമോ? ഒരു പൊടിക്കാറ്റ് വീശിയാൽ അത് കെട്ടുപോകും. അതുകൊണ്ട് ഈ തലമുറയ്ക്ക് വേണ്ടത് വെളിച്ചം കത്തിച്ച് ഹൃദയത്തിൽ കൊടുക്കുന്ന അമ്മമാരാണ്. വെളിച്ചം കത്തിച്ച് ഹൃദയത്തിൽ കൊടുക്കുന്ന പിതാക്കന്മാരാണ്. അതുകൊണ്ട് തീർന്നില്ല. വെളിച്ചം കൊടുത്ത് ഹൃദയത്തിൽ കൊടുക്കുന്ന ആത്മീയ പിതാക്കന്മാരാണ്. വെളിച്ചത്തിന്റെ നേതൃത്വമാണ് ഈ കാലഘട്ടത്തിൽ നമുക്ക് വേണ്ടത്. ഞാനത് പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. നമുക്ക് വേണ്ടത് തെളിവിന്റെ നേതൃത്വമാണ്, രാജസൂയ തന്ത്രങ്ങളുടെ നേതൃത്വമല്ല, അവിശുദ്ധ കൂട്ടുകെട്ടുകളുടെ നേതൃത്വമല്ല. നമുക്ക് വേണ്ടത് ഒരു ജനതയെ പ്രകാശത്തിലേക്ക് നയിക്കുന്ന വെളിച്ചത്തിന്റെ നേതൃത്വമാണ് ഈ കാലഘട്ടത്തിന്റെ നേതൃത്വം. അവിടെ നീക്കുപോക്കുകൾക്കോ മറ്റു തന്ത്രങ്ങൾക്കോ പ്രചരണങ്ങൾക്കോ ഒന്നും ഒരു പ്രസക്തി ഉണ്ട് എന്ന് ചിന്തിക്കുന്ന ആളല്ല വ്യക്തിപരമായി ഞാൻ. നമുക്ക് വേണ്ടത് തെളിവിന്റെ വെളിച്ചത്തിന്റെ തുറമുഖത്തിലേക്ക് ഒരു ജനതയെ, ഒരു സമൂഹത്തെ നയിക്കുവാനുള്ള ആർജവത്വമാണ്. ആ ആർജവത്വം സ്വന്തമാക്കണമെങ്കിൽ നാം അറിയണം നാം ആരാണ് എന്ന്, എന്താണ് നമ്മുടെ വേരുകളെന്ന്. നമ്മുടെ വേര് ക്രിസ്തുവാണ്. ക്രിസ്തു ചൊരിഞ്ഞു തന്ന ആത്മീയ ചൈതന്യമാണ്. ക്രിസ്തുവിലൂടെ ഈ മണ്ണിൽ എത്തപ്പെട്ട മാർത്തോമാ ശ്ലീഹായിലൂടെ ചൊരിഞ്ഞു തന്ന പ്രേക്ഷിത ദൗത്യത്തിന്റെ അഗ്നിജാലകളാണ്. ആ അഗ്നിജാലകളാണ് നാം ഹൃദയധമനികൾ ഏറ്റെടുക്കുന്നത്. അതുമായിട്ടാണ് നമ്മുടെ സഞ്ചാരം. ഈ വെളിച്ചത്തെ ഊതിക്കെടുത്തുവാൻ പലരും പല ഘട്ടത്തിലും പരിശ്രമിച്ചിട്ടുണ്ട്. ഈ പരിസരങ്ങളിലൊക്കെയും ഇല്ലായ്മക്കാരനായിരുന്ന നസ്രാണി നെഞ്ചോട് ചേർത്ത് പരിപാലിച്ച ആത്മീയ തിരുനാളമുണ്ട്. അതെവിടെയായിരുന്നു? അവൻ കാത്തു സൂക്ഷിച്ച വെളിച്ചം അവന്റെ ഉള്ളിലായിരുന്നു. ആ വെളിച്ചത്തിന്റെ വേരുകൾ അവന്റെ ഉള്ളിലായിരുന്നു. അന്ധകാര ശക്തികൾക്ക് തന്നെ കീഴ്പ്പെടുത്താൻ കഴിഞ്ഞില്ല. അതാണ് സത്യം. മർത്തുഷ്മനി അമ്മയുടെ ആത്മീയതയുടെ വെളിച്ചം അവിടെ ഉള്ളിലായിരുന്നു. അവിടെ രാജാവ് ഒരുക്കിയ വറച്ചട്ടിയോ
അതിന്റെ ഭീഷണിയോ മരണമോ ഒന്നും നമുക്കൊന്നുമായിരുന്നില്ല. കാരണം അത് അവളുടെ ഉള്ളിൽ ആഴ്ന്നിറങ്ങിയ വേരുകളുണ്ട്, ദൈവിക പദ്ധതിയുടെ വേരുകളുണ്ട്. നമ്മൾ നമ്മുടെ ഇഷ്ടങ്ങളെ പറ്റി ദൈവത്തോട് എപ്പോഴും സംസാരിക്കാറുണ്ടല്ലോ, അല്ലേ? ഒരിക്കലെങ്കിലും ചോദിച്ചിട്ടുണ്ടോ, ദൈവമേ എന്നെ കുറിച്ചുള്ള നിന്റെ ഇഷ്ടം എന്താന്ന് ചോദിച്ചിട്ടുണ്ടോ? ഉണ്ടോ? നമുക്ക് ഇഷ്ടങ്ങളുടെ ഒരു നീണ്ട പട്ടികയുണ്ട്, സ്വാഭാവികം. നാം നമ്മുടെ ഇഷ്ടങ്ങളുടെ പട്ടികയെ പ്രണയിക്കുമ്പോ, നാം നമ്മുടെ ഇഷ്ടങ്ങളുടെ പിന്നാലെ പായുമ്പോ ഒരിക്കലെങ്കിലും ചോദിച്ചിട്ടുണ്ടോ, തമ്പുരാനെ നിനക്ക് എന്നെ പറ്റിയുള്ള പദ്ധതി എന്താ, എന്നെ പറ്റിയുള്ള ആലോചന എന്താ, എന്നെ പറ്റിയുള്ള പദ്ധതിയും എന്നെ പറ്റിയുള്ള ആലോചനയും എന്തെന്ന് അന്വേഷിക്കാൻ കഴിയുമോ? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതാനുഭവങ്ങളിൽ നമ്മുടെ വേരുകൾ അത് ദൈവകൃപയുടെ ആഴത്തിൽ വളരേണ്ടതുണ്ട്. പരിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ റോമർക്ക് എഴുതുന്ന ലേഖനം 4-ാം അധ്യായം 19-20 വാക്യങ്ങളിൽ കുറിച്ചിട്ട ഗോത്രപിതാവായ അബ്രഹാമിനെ പറ്റിയുള്ള സുന്ദരങ്ങളായ ചില ഓർമ്മപ്പെടുത്തലുകളുണ്ട്. അതിങ്ങനെയാണ്. റോമർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 19 മുതൽ 20 വാക്യങ്ങളിൽ നാം വായിക്കുന്നു, അബ്രഹാം സാറായുടെ ഗർഭപാത്രത്തിന്റെ നിർജീവത്വം ഗ്രഹിച്ചിട്ട് ക്ഷീണിച്ചില്ല. നോട്ട് ബീയിങ് വീക്ക് ഇൻ ഹിസ് ഫെയ്ത്ത്. തന്റെ ഭാര്യയുടെ ഗർഭപാത്രത്തിന്റെ നിർജീവത്വം കണ്ടിട്ട് എന്ത് ചെയ്തില്ല? ക്ഷീണിച്ചില്ല, തളർന്നുപോയില്ല. അതുകൊണ്ടാണ് അദ്ദേഹം ഗോത്രപിതാവായി മാറിയത്. അടുത്ത വേദഭാഗം തുടരുന്നു. ദൈവത്തിന്റെ വാഗ്ദാനത്തിൽ അവിശ്വാസത്തിൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു. Do not waver at the promise of God through unbelief. തളരില്ല. വേരുകൾ കണ്ടെത്തിയവൻ തളരില്ല. വേരുകൾ കണ്ടെത്തിയവൻ തളരില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതാനുഭവത്തിൽ നാം കണ്ടെത്തേണ്ടത് നമ്മുടെ വിശ്വാസ ജീവിതത്തിന്റെ ആഴവും വേരുമാണ്. വെറും ബോൺസായി ശില്പങ്ങളെ സൃഷ്ടിച്ചതുകൊണ്ട് കാര്യമില്ല. അത് കാലത്തെ അതിജീവിക്കില്ല, കാലഘട്ടത്തിന് ഉത്തരമായി മാറില്ല. ഫറവോന്യ സൈന്യത്തിന് മുമ്പിൽ ചെങ്കടലും പിമ്പിൽ ഫറവോന്യ സൈന്യവുമായി ദൈവജനം നിൽക്കുമ്പോ ഒരുത്തന് പോലും ഹാർട്ട് അറ്റാക്ക് വരുന്നില്ല. പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഈ കൊറോണ കാലത്ത് കൊറോണ വന്ന് മരിച്ചതിനേക്കാൾ കൂടുതൽ ആള് കൊറോണയെ പേടിച്ച് മരിച്ചവരുണ്ട് നമ്മുടെ നാട്ടിൽ. പക്ഷെ ഇവിടെ ഇതാ ഒരാൾക്ക് പോലും മരണഭീതിയില്ലാതെ ആർത്തലം വന്ന ചെങ്കടലും ആർത്തു പാഞ്ഞു വരുന്ന ഫറവോന്യ സൈന്യങ്ങളും കണ്ടുകൊണ്ട് നിൽക്കുവാൻ കഴിഞ്ഞത് അവർക്കറിയാമായിരുന്നു. വിളിച്ചവൻ ഞങ്ങളുടെ വിമോചകൻ ദൈവമാണ്. മോശയ്ക്കുമുണ്ടായിരുന്ന ഈ പ്രശ്നം. മോശയുടെ വലിയ പ്രശ്നം എന്താ? ഈ കൊട്ടാരത്തിൽ കയ്യിൽ വാളും പരിചയമൊക്കെ ഇരുന്നപ്പോ മോശ വിചാരിച്ചു വിമോചകനായി കളയാം. അപ്പോഴാണ് മിസ്രൈമിനും ഇസ്രായേലിനും തമ്മിൽ ചണ്ട കൂടിയിടത്തേക്ക് ചെന്ന് രാജകുമാരൻ മോശ അതിനകത്ത് കയറി ഇടപെട്ടിട്ട് മിസ്രൈമിനെ തല്ലിക്കൊന്ന് കുഴിച്ചിട്ടു. മോശയ്ക്കൊരു തോന്നലുണ്ടായി താൻ വിമോചകനായെന്ന്. അങ്ങനെ പലരും നേതാവാകാൻ പരിശ്രമിക്കുന്ന വർത്തമാനകാല ജീവിത പരിസരം നമ്മുടെ മുമ്പിലുണ്ട്. എന്ത് നേതാവായിട്ട് എന്ത് കാര്യം? ആർക്ക് പ്രയോജനം? മോശ നേതാവായില്ല. മോശയ്ക്കൊരു വിളിപ്പേരുണ്ടായി, കൊലപാതകി. എന്താ വിളിച്ചത്? കൊട്ടാരം പോയി, രാജകീയ ഉടയാടകൾ പോയി, എല്ലാം പോയി. അപ്പം മോശ വിചാരിച്ചു, ഇനി മേലാൽ ഞാനൊരു വിമോചകനാകില്ല. എന്റെ എല്ലാ സാധ്യതയും കൊട്ടാരം വിട്ടുപോയി, ആട്ടിടയനായി, പിന്നെ പലയിടത്തും തിരസ്കരിക്കപ്പെട്ടു. അങ്ങനെ തിരസ്കരിക്കപ്പെട്ട് നിരാശനായി മോശ ആട്ടും പട്ടത്തുമായി ഹൊരേ മരുഭൂമിയുടെ അടിവാരത്തിലെത്തുമ്പോ ആ അഗ്നികുണ്ഡത്തിന്മേൽ എരിയുന്ന മുൾപ്പടപ്പിന്മേൽ ദൈവതേജസ്സിനെ കണ്ടെത്തി. ആ ദൈവതേജസ്സിനെ കണ്ടെത്തി മോശയോട് പറഞ്ഞു, നീ ഇസ്രായേലിന്റെ ഒരിക്കൽ അഴിച്ചു വെച്ച കുപ്പായ. എന്തുവാണ്? ഒരിക്കൽ അഴിച്ചു വെച്ച കുപ്പായം.
മോശയോട് പറഞ്ഞു, മോശയ്ക്ക് വിശ്വസിക്കാൻ പാടാ. മോശ പറഞ്ഞു, ഇതും കൊണ്ടൊന്നും അങ്ങോട്ട് ചെന്നാൽ ചെലവാകത്തില്ല, എന്റെ കയ്യിൽ ആയുധങ്ങളില്ല, വിമോചനത്തിന് ആവശ്യമായ ആയുധങ്ങളില്ല, വിമോചനത്തിന് ആവശ്യമായ ശക്തിയില്ല. അപ്പോഴാണ് ദൈവം ചോദിച്ചത്, മോശയെ നിന്റെ കയ്യിലിരിക്കുന്നത് എന്ത്? ഒരു വടി. ദൈവം പറഞ്ഞു, ആ വടി താഴത്തേക്ക് ഇട്ടോളുക. വടി താഴത്തേക്ക് ഇട്ടു. എന്തായി മാറി? നമ്മൾ പലതും താഴത്ത് വെക്കാത്തതിന്റെ രസതന്ത്രം മനസ്സിലായി. ഇത് എന്തൊക്കെയാവുമെന്ന് ആർക്കും ഒരു പിടിയില്ല. ഓരോരുത്തരൊക്കെ മൊബൈൽ ഫോൺ കൊണ്ടു നടക്കുന്ന കാഴ്ച കാണണം. ഈ വല്ലയിടത്തും അത്യാവശ്യം പോകുമ്പോൾ ഈ മൊബൈലിന്റെ ചാർജ് ചെയ്യുമ്പോൾ അടുത്തിരിക്കുന്നവനോടോ വണ്ടി ഓടിക്കുന്നവനോ ചോദിക്കും, എടാ ഞാൻ മൊബൈൽ ഫോൺ ഒന്ന് തരണം. ഉടനെ അവൻ എടുത്തിട്ട് കുറുകെ ഒരു അരമണിക്കൂർ വരയാ. എന്തോന്നാ സെക്യൂരിറ്റി? ഇത്രയും വരച്ചായിരുന്നെങ്കിൽ ജോഗ്രഫിക്കും പിന്നെ ഫിസിക്സിനും ഒക്കെ 50 മാർക്ക് ഊള് കിട്ടിയത്. വരയാ, പാറ്റേണ. എന്തോന്നാ? കാരണം കയ്യിലിരിക്കുന്ന മൊബൈലും കാണും താഴെ പോയാൽ വിപ്ലവം ഉണ്ടാവും. അതാണ്. ഇത് തന്നെ മോശയുടെ അവസ്ഥ. ആട്ടെ, ഈ പാമ്പിനെ കണ്ട് ആദ്യം ഓടിയതാരാ? ഇതാ നമ്മുടെ പ്രശ്നം. നമ്മുടെ സാധ്യതകളെ നമ്മൾ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല. മോശയ്ക്കൊരു വിമോചനം പൂർത്തീകരിക്കാൻ ആ വടി മതിയായിരുന്നു. കാരണം ആ വടിയിൽ കൊല്ലന്റെ ആശയിൽ തേച്ചുമിനുക്കിയ, ആലയിൽ തേച്ചുമിനുക്കിയ വാൾത്തലയുടെ മിനുക്കങ്ങളോ യുദ്ധതന്ത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ആയുധബലങ്ങളുടെ പട്ടികയുടെ സാന്നിധ്യവും ഒന്നും ഇല്ലായിരുന്നെങ്കിലും ആ വടി മതിയായിരുന്നു മോശയ്ക്കൊരു വിമോചനം പൂർത്തീകരിക്കാൻ. കാരണം കൃപയുടെ ആഴങ്ങളാണ്, ദൈവകൃപയുടെ ആഴങ്ങളാണ് ആ ആയുധങ്ങളിലൂടെ സംക്രമിക്കപ്പെട്ടത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആയുധങ്ങളുടെ വലിപ്പത്തിലൊന്നുമല്ല കേട്ടോ, കൃപയുടെ ആഴങ്ങൾ, വേരുകൾ തേടാനുള്ള മനസ്സാണ് നമുക്ക് വേണ്ടത്. വേരുകൾ സത്യസന്ധമായി തേടാനുള്ള മനസ്സാണ് നമുക്ക് വേണ്ടത്. വേദപുസ്തകത്തിന്റെ സുന്ദരമായ രൂപമയാണല്ലോ ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ. ഗോതമ്പ് മണിക്ക് 2 ഓപ്ഷൻ ഉണ്ട് കേട്ടോ. ഗോതമ്പ് മണിക്ക് പത്തായത്തിലിരിക്കുക. ഗോതമ്പ് മണി പത്തായത്തിലിരുന്നാൽ അതിന് നല്ല ഗോൾഡൻ കളർ ഉണ്ടാവും, അല്ലേ? ഈ ഗോതമ്പ് മണി നിലത്ത് വിതച്ചാലോ, ഒന്ന് വിതയ്ക്കുന്നത് ചെളിയിലേക്കാണ്, 2 ചെളിയിലേക്ക് വിതയ്ക്കപ്പെട്ട ഗോതമ്പ് മണി ദിവസങ്ങൾക്കുള്ളിൽ പൊട്ടിത്തിറക്കപ്പെട്ട് വളരാൻ തുടങ്ങും. ഗോൾഡൻ കളറൊക്കെ പോകും, ഫേഷ്യലൊക്കെ പോകും, മൊത്തം പോകും. നമ്മളീ പലർക്കും ഇന്ന് പത്തായത്തിലിരിക്കാനാണ് ആഗ്രഹം. എന്താണ്? ആത്മീയതയിലടക്കം പലരും പത്തായത്തിലിരിക്കുന്നവരാ, ഗോൾഡൻ കളറാണ്. പക്ഷെ ഒന്ന് ഓർത്തോണം, അധിക നാൾ ഈ പത്തായത്തിൽ കയറി ഇരുന്നാൽ എന്നെ പറ്റൂ? ഞാൻ പറ, പൂത്തുപോകും, ജീവിതം പൂത്തുപോകുന്ന്. അത് മറന്നുപോകല്ലേ? നാം വിതയ്ക്കപ്പെടേണ്ടവരാണ്. കാരണം ഇത് മണ്ണിൽ വിതച്ചാൽ അല്പം പൊട്ടിത്തകർന്നാൽ പിന്നീടുണ്ടെന്ന് വരുന്ന അതിനെപ്പറ്റി അച്ഛൻ പറഞ്ഞുകൊടുന്ന റൂട്ട്സ്, വേരുകളുണ്ടാവും. എവിടെയെങ്കിലുമൊക്കെ നാം തകരുമ്പോഴാണ്, പിടിച്ചു ഉലക്കപ്പെടുമ്പോഴാണ്, നാം വിതയ്ക്കപ്പെടുമ്പോഴാണ് എന്തുണ്ടാകുന്നത്? വേരുകൾ ഉണ്ടാകുന്നത്. വേരുകളാണ് ജീവൻ, വേരുകളാണ് ജീവന്റെ ആധാരം, വേരുകളാണ് ജീവന്റെ അടിസ്ഥാനം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വേരുകൾ തേടുവാൻ തക്കവണ്ണം പ്രിയപ്പെട്ടവരെ എനിക്ക് നിങ്ങൾക്കും സാധിക്കണം. 6 പറ്റി അച്ഛൻ പറയുന്നത് പറഞ്ഞു. ഒന്നാമത്തെ 6 റെസിസ്റ്റൻസ് എങ്കിൽ, രണ്ടാമത്തെ 6 റൂട്ട്സ്, മൂന്നാമത് ഒന്നുകൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അച്ഛൻ തന്ന സമയം അപ്പോൾ അത് കൃത്യമായി എത്തുകയും ചെയ്യും. 3 ഈ വേദഭാഗം ഓർമ്മിപ്പിക്കുന്നത്, ഹിസ്കിയാവേ, നീ എന്നോട് മത്സരിക്കുന്നൊക്കെ കൊള്ളാം, പക്ഷെ അതിനു മുമ്പ് നീ ഒരു കാര്യം ഓർത്തോണം. നീ എന്നോട് മത്സരിക്കുമ്പോൾ നിന്റെ ബലത്തെ പറ്റി ഒരു നിർണയം നിനക്ക് ആവശ്യമാണ്.
അശൂർ രാജാവ് ചോദിക്കുക. അശൂർ രാജാവ് ചോദിച്ചത്, എൻ്റെ കുതിരപ്പട്ടാളത്തെ നോക്കുക, എൻ്റെ കുതിരപ്പട്ടാളം നിന്റെ കുതിരപ്പട്ടാളത്തെക്കാൾ 10 മടങ്ങ് വലുതാണ്. എൻ്റെ രഥവിന്യാസങ്ങളെ നോക്കുക, എൻ്റെ രഥവിന്യാസങ്ങൾ നിന്റെ രഥവിന്യാസങ്ങളെക്കാൾ വലുതാണ്. എൻ്റെ കാലാൾപ്പടയെ നോക്കുക, എൻ്റെ കാലാൾപ്പട നിന്റെ കാലാൾപ്പടയേക്കാൾ പ്രഗത്ഭരാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, ഇതൊക്കെ നോക്കിയേച്ച് വേണം എന്നോട് വെറുതെ അദ്ദേഹം കൂടുണ്ട് ഇദ്ദേഹം കൂടുണ്ട് ഒന്നും അത് വളരെ കുറച്ചുകൂടെ വ്യക്തമാക്കുന്നുണ്ട്. അതെന്നാലും മനസ്സിലാക്കും. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 19-ാം അധ്യായം 12-ാം വാക്യം. രാജാക്കന്മാർ 2-ാം പുസ്തകം 19-ാം അധ്യായം 12-ാം വാക്യത്തിൽ പറയുന്നു, ഗോസാൻ, ഹാരാൻ, രബത്ത്, തെസോറിലെ എദേന്യർ എന്നിങ്ങനെ എൻ്റെ പിതാക്കന്മാർ നശിപ്പിച്ചിരിക്കുന്ന ജാതികൾ ദേവന്മാർ അവരെ വിടുവിച്ചിട്ടില്ല. അശൂർ ചോദിക്കുക, നീ നിന്റെ ദൈവത്തെ പറ്റി പറയുന്നുണ്ട്, വെറുതെ ആട്ടോ. എന്താണ് കാരണം? ഗോസാൻ അന്നത്തെ ദൈവമാണ്, ഹാരാൻ, രസഫ്, തെസേറിലെ എദേന്യർ എന്നിങ്ങനെ എൻ്റെ പിതാക്കന്മാർ നശിപ്പിച്ച ദൈവങ്ങൾ നിരവധിയാണ്, ആ കൂട്ടത്തിലേ ഉള്ളൂ നിന്റെ. അതുകൊണ്ടാണ് ചോദിച്ചത്, നീ ആരെ ആശ്രയിച്ചിട്ട് എന്നോട്. പക്ഷെ പ്രിയപ്പെട്ടവരെ, ഒരു ഭക്തൻ മികവ് കാണിക്കേണ്ടത് ഇവിടെയാണ്. ഒരു വിശ്വാസി മികവ് കാണിക്കേണ്ടത് ഇവിടെയാണ്. ആര് വെല്ലുവിളിച്ചാലും ഞാൻ ആശ്രയിച്ചിരിക്കുന്ന ദൈവം അതുല്യനാണെന്ന കണ്ടെത്തൽ. മൂന്നാമത് അച്ഛന് പറയാനുള്ളത് റിവ്യൂവിനെ പറ്റിയാ. ഇതിനെ പറ്റിയാ? ഒരു റിവ്യൂ എന്ന പദം, റെസിസ്റ്റൻസ്, റൂട്ട്സ് ആൻഡ് റിവ്യൂ. ഈ കഴിഞ്ഞ 2 വർഷമായി ഈ കൊറോണ നമ്മെ വെല്ലുവിളിച്ചപ്പോ, അതിനു മുമ്പ് എന്തൊക്കെയായിരുന്നു മേളം? കൊറോണ വന്ന ആദ്യ സമയം ഒരു പുള്ളി കുവൈറ്റിലേക്ക് ആളെ പറഞ്ഞു വിട്ടു, ദൂതനെ പറഞ്ഞു വിട്ടു. പുള്ളി പോയ ദൂതൻ ഇതുവരെ തിരികെ വന്നില്ല. കൊറോണ അങ്ങോട്ട് തീരാറായപ്പം നമ്മുടെ ബെർമുഡ അപ്പോസ്തലൻ വന്നു. അദ്ദേഹം വന്നിട്ട് പറഞ്ഞു, അങ്കളെ 3.5 കോടി എന്താ കോടി എന്തൊക്കെയായിരുന്നു ഇവിടെ, ആകെ തകർപ്പായിരുന്നു. പക്ഷെ കൊറോണ വന്നപ്പോ പോയ ദൂതനുമില്ല, 3.5 കോടിയില്ല, നിശ്ചലം. എന്നിട്ട് നമ്മുടെ ഒരു ചിന്തയുണ്ട്, അവസാനത്തെ കൊറോണ രോഗി ഇല്ലാതാകുമ്പോൾ നമ്മുടെ മുഖത്തിരിക്കുന്ന ഈ മാസ്ക് ഒക്കെ ഒന്ന് പറിച്ചു മാറ്റിയിട്ട്, എനിക്കായി കരുതാമെന്നുരച്ചവനെ, അത് വീണ്ടും പാടും, തിച്ചുള സിംഹക്കുഴി പൊട്ടക്കിണർ മരുഭൂ, ഇതൊക്കെ പാടാൻ ഒരുങ്ങിയിരിക്കുക. പക്ഷെ അവസാനത്തെ കൊറോണ രോഗി നമ്മുടെ ബലം, അതിന്റെ ഒരു റിവ്യൂ നമ്മൾ എടുത്തിട്ടുണ്ടോ? നാം ആശ്രയം വെക്കുന്ന ദൈവത്തെ പറ്റിയുള്ള ഒരു യഥാർത്ഥമായ റിവ്യൂ അത് മർത്തുശ്മനിയമ്മയ്ക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് രാജാവിന് മുമ്പിൽ ചിരിച്ചോണ്ടിരുന്നത്. അങ്ങനെ ആർക്ക് കഴിയില്ല. തൻ്റെ സാധ്യതകളെ പറ്റി യഥാർത്ഥമായ ഒരു റിവ്യൂ കണ്ടെത്തുന്നവർക്ക് മാത്രമേ ഇങ്ങനെ അചഞ്ചലരായി നിൽക്കാൻ കഴിയൂ, അശോഭ്യരായി നിൽക്കുവാൻ കഴിയുള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ കൺവെൻഷൻ യോഗത്തിന്റെ അവസാന സന്ധിയിൽ there is a prophetic call for review, spiritual review. ആത്മീയപരമായി നാം ഒരു തിരിഞ്ഞുനോട്ടം, നമ്മുടെ ദൈവത്തിന്റെ സാധ്യതകളെ പറ്റി, നമ്മുടെ വിജയത്തിന്റെ ചിഹ്നങ്ങൾ എന്താ? ആൾക്കൂട്ടം, ആഘോഷം, ആർഭാടം. ഇത് 3 ഇല്ലെങ്കിൽ തീർന്നു. ആൾക്കൂട്ടം, ആഘോഷം, ആർഭാടം. ഇത് 3 കഴിഞ്ഞ പിന്നെ ഇപ്പം തുടങ്ങിയിട്ടുണ്ട്. 2 വർഷത്തേക്ക് വലിയ കുഴപ്പമില്ല. അതിന് കല്യാണത്തിന് പോയാൽ നേരെ ചൊവ്വേ കല്യാണവും കഴിഞ്ഞിട്ട് വീട്ടിൽ പോയിരുന്നു. കാരണം ഈ 3/4 മണിക്കൂർ കൊണ്ട് ഈ മന്ത്രകോടിയൊക്കെ മാറി കാണാനെന്ന് ആരും ഇല്ലായിരുന്നല്ലോ. അവിടെ ആർക്കും മന്ത്രകോടിയും മാറണ്ടായിരുന്നു. എങ്ങനെയെങ്കിലും ഈ കല്യാണം തീർത്താൽ മതിയായിരുന്നു. ഇപ്പം പിന്നെയും തുടങ്ങി ചിങ്കാരിമേളം, പഞ്ചാരിമേളം. അപ്പൊ സത്യം പറഞ്ഞ ഈ കൊറോണ മാറാൻ നമ്മൾ പ്രാർത്ഥിച്ചത് എന്തിനു വേണ്ടിയാ? എന്തിനു വേണ്ടിയാ?
അല്ല ഈ 50 പേരെ വെച്ചുകൊണ്ടൊരു കല്യാണം നടത്തിയ അവർക്കാർക്കൊരു കുഴപ്പമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ആഡംബരങ്ങൾക്ക് വേണ്ടിയാണോ ഈ വ്യാധി മാറാൻ നമ്മൾ പ്രാർത്ഥിച്ചത്? എനിക്കങ്ങനെ തോന്നുന്നു കേട്ടോ, പൂർവാധികം ആവേശത്തോടാ. ഇപ്പം 2.5 വർഷം അങ്ങോട്ട് പോയതൂടെ ചേർത്ത് വെച്ചാണ് ഇപ്പം പരിപാടി. എന്താണ് പ്രിയപ്പെട്ടവരെ അവിടെ ജീവിതത്തിൽ നാം വെച്ച് പുലർത്തുന്ന എല്ലാം ഒരു വരി കാർണിവല് പോലെ, എല്ലാം ആഘോഷമാണ്. ഇല്ല, കഴിഞ്ഞ 2 വർഷവും ഈ ഒരു തിരിയും വെച്ച് റാസ നടത്തിയപ്പോൾ എവിടെയെങ്കിലും ദൈവം സംപ്രീതനാകാതെ പോയിട്ടുണ്ടോ? ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല. പിന്നെ പാവപ്പെട്ട കുറെ ആളുകൾ പട്ടിണിയിലായിട്ടുണ്ട്, അത് സമ്മതിച്ചു. അവർക്ക് ജോലി കൊടുക്കണം, അത് വേണം. ആരെയും പട്ടിണിയിലാക്കുക എന്നത് നമ്മുടെ ഉത്തരവാദിത്വമല്ല, അത് വേണം. പക്ഷെ ഇതുകൊണ്ട് ആത്മീയതയ്ക്ക് എന്തെങ്കിലും കുറവുണ്ടാകുന്നുണ്ടോ എന്നത് പ്രിയപ്പെട്ടവരെ ഞാനും ഞങ്ങളും ചിന്തിക്കണം. ഞാനും ഞങ്ങളും ആലോചിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വസ്തുതയാണ്. അതുകൊണ്ട് നമുക്ക് വേണ്ടത് ദൈവത്തിന്റെ കൃപയാണ്. ഒരാത്മീയതയിൽ നാം സ്വന്തമാക്കേണ്ട ഏറ്റവും മികച്ച പരിശീലനം എന്തായിരുന്നു എന്തെന്നറിയാമോ? ഞാൻ പറയും, റീഡ് ദ മൈൻഡ് ഓഫ് അവർ സേവിയർ. നമ്മുടെ രക്ഷകന്റെ മനസ്സ് വായിക്കാനാണ് നാം പഠിക്കേണ്ടത്. നമ്മളിൽ പലരും പരാജയപ്പെടുന്നത് അവിടെയാണ്. നമ്മുടെ രക്ഷകന്റെ, ദൈവമേ എന്നെ പറ്റിയുള്ള പദ്ധതി എന്താ? നീ എന്നെ പറ്റി ആഗ്രഹിക്കുന്നത് എന്താ? എന്റെ ജീവിതത്തിന്റെ നിയോഗങ്ങൾ എന്താ? ഒന്ന് ആലോചിക്കുമോ? എന്തൊക്കെ വേണം പ്രിയപ്പെട്ടവരെ, നമുക്ക് സാധിക്കുമോ? അതോ വെല്ലുവിളിക്കപ്പെടുമ്പോൾ ഓടി ഒളിക്കപ്പെടുന്നവരാണോ നമ്മൾ? ആണോ? ഏദൻ പർദീസയിലേക്കൊന്ന് പോകുമ്പോൾ, ഏദൻ പർദീസയിൽ ഈ ആദമും ഹൗവയും പിന്നെ സർവശക്തനും ഒക്കെയുള്ള ഒരു ജീവിതത്തിന്റെ ഞാൻ പലപ്പോഴും ധ്യാനിക്കുകയായിരുന്നു. എന്നും വൈകിട്ട് തോട്ടത്തിൽ ദൈവം നടക്കാനിറങ്ങും എന്നാണ് നമ്മൾ കാണുന്നത്. ഈ നടക്കാനിറങ്ങുമ്പോൾ കൂടെ നടക്കുന്നത് ആരാ? ആദാമാ. എന്തൊക്കെ കാര്യങ്ങൾ അവർ പറഞ്ഞു കാണും. ദൈവത്തിന്റെ തോളത്ത് കൈയിട്ടാണ് അവർ യാത്ര. ഒരു പ്രശ്നവും ഇല്ല. ഇത്ര സുന്ദരം. അങ്ങനെ അവസ്ഥ മനുഷ്യനുണ്ടായിരുന്നു, അത് മറന്നു പോകരുത്. അതായിരുന്നു ഏദൻ. അന്നേരമാണ് പഴവും പറിക്കലും. ഇതൊന്നും ഞാൻ വിശദീകരിക്കണ്ട. അപ്പൊ ഒരു ദിവസം വൈകിട്ട് ദൈവം നടക്കാൻ ഇറങ്ങിയപ്പം കൂട്ടുയാത്രക്കാരനെ കാണുന്നില്ല. വിളിച്ചു, ആദമേ ആദമേ എവിടെ? അപ്പൊ പൊന്തക്കാട്ടിൽ നിന്ന് ആളിങ്ങനെ പൊങ്ങിട്ട് പറഞ്ഞു, ഞാനിവിടെ ഉണ്ട്, ഞാൻ നഗ്നനാണ്, എനിക്ക് നാണമാണ്. ഇന്നലെ വരെ പുള്ളിക്ക് ഒരു പ്രശ്നമില്ല. എവിടെയാണ് പ്രിയപ്പെട്ടവരെ ഈ ദൈവവുമായി തോളോട് തോൾ ചേർന്ന് നിൽക്കാൻ അവസരങ്ങൾ നകന്നു പോയത്? സാധ്യതകൾ നകന്നു പോയി. അതിന്റെ പേരാണ് പാപം. ഒരു റിവ്യൂ. ഞാൻ എവിടെ നിൽക്കുന്നു എന്നൊരു റിവ്യൂ. എന്റെ സങ്കടങ്ങളാകെ തളർത്തിക്കളയുന്നുവെങ്കിൽ, എന്റെ തിരസ്കരണങ്ങളാകെ എന്നെ തളർത്തിക്കളയുന്നെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഈ അമ്മയുടെ ജീവിതത്തിൽ നാം കുറച്ചുകൂടെ ബലപ്പെടേണ്ടതുണ്ട്. ഈ അമ്മയുടെ ജീവിത അനുഭവങ്ങൾ നാം കുറച്ചുകൂടെ നാം ബലപ്പെടേണ്ടതുണ്ട്, ആഴപ്പെടേണ്ടതുണ്ട്. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഈ അശൂർ രാജാവ് എന്തുകൊണ്ടാണ് വെല്ലുവിളിച്ചതെന്നറിയാമോ? ഹിസ്കിയാവിനെ തന്റെ സൈന്യബലം കണ്ടതുകൊണ്ടാണ്. പക്ഷെ രാജാക്കന്മാർ 2-ാം പുസ്തകം 19-ാം അധ്യായം 35-ാം വാക്യം വായിക്കുമ്പോൾ അതിന്റെ ക്ലൈമാക്സ് ഉണ്ട്. തന്റെ സൈന്യബലം കണ്ടിട്ട് അഹങ്കരിച്ചവൻ, അവിടെ രേഖപ്പെടുന്നു, രാവിലെ എഴുന്നേറ്റപ്പോൾ തന്റെ ബലത്തിന്റെ ആധാരമായ പടയാളികളെല്ലാം ശവങ്ങളായി കിടക്കുന്ന കാഴ്ചയാണ് കാണേണ്ടി വന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ഒരുപക്ഷെ ദൈവകൃപയിൽ നിന്ന് അകന്നു പോകാൻ ഒത്തിരി അടയാളങ്ങൾ, ബലത്തിന്റെ സാധ്യതകൾ ഉണ്ടാവും. ഒറ്റ ദിവസം കൊണ്ടാണ്. ഞാൻ പലപ്പോഴും ആലോചിക്കുകയായിരുന്നു, നമ്മുടെ ആ 3.5 മാസം ഒന്നിച്ച് വീട്ടിലിരുന്ന ലോക്ക്ഡൗൺ ആരും ഇഷ്ടപ്പെടുന്നില്ല. എത്ര പേര് വഴി കുടുങ്ങിപ്പോയി, എത്ര പേര് എയർപോർട്ടിൽ കുടുങ്ങിപ്പോയി അല്ലേ? നമ്മുടെ എത്ര മക്കൾ ഹോസ്റ്റലിൽ കുടുങ്ങിപ്പോയി. ഈ നാട്ടിൽ നമ്മളൊന്നും കുടുങ്ങിപ്പോകാൻ 1 മിനിറ്റ് പോലും വേണ്ട. നമ്മളൊക്കെ വലിയ ആളുകളാണ്. ഹോങ്കോങ് ടു ഓസ്ട്രേലിയ, ഓസ്ട്രേലിയ ടു ലണ്ടൻ ടു ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരുന്ന പല പുള്ളികളും അവസാനം 3 മാസം കഴിഞ്ഞപ്പോൾ താടിയൊക്കെ നീട്ടി വളർത്തി ഒരു വരവാ, എവിടോ വിട്ടുപോയി. എങ്ങോട്ട് പോകാൻ?
അപ്പൊ ഇതാണ് ഈ ലോകം. എത്ര 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 സാധ്യത ഉണ്ടെങ്കിൽ പോലും എപ്പം വേണമെങ്കിലും നമ്മൾ നമ്മുടെ ബലത്തിന്റെ ആയുധങ്ങൾ നിശ്ചലം. അതാ പറയാം, ബലത്തിന്റെ ആയുധങ്ങൾ. കാലഘട്ടത്തിൽ എന്തൊക്കെ ദുരിതക്കാഴ്ചകളായിരുന്നു. ഔറംഗാബാദിൽ നിന്ന് കുറെ തൊഴിലാളികൾ വീട്ടിലെത്തുവാന്നൊക്കെ വണ്ണം റെയിൽവേ പാളത്തിൽ കൂടെ നടക്കുക. അന്ന് ട്രെയിൻ ഓടില്ലെന്ന് കണ്ട പാവങ്ങൾ റെയിൽവേ പാളത്തിൽ കിടന്ന് ഉറങ്ങുക. അപ്പോഴാണ് ഗുഡ്സ് ട്രെയിൻ കയറി 7 or 8 പേരെന്ന് മരിച്ചു എന്ന വാർത്തയൊക്കെ വായിച്ചതാണ്. എന്തായിരുന്നു മനുഷ്യന്റെ ഒരു അവസ്ഥ? ഒറ്റപ്പെട്ടു പോയ മക്കൾ, ഒറ്റപ്പെട്ടു പോയ ജീവിതങ്ങൾ, എത്തിച്ചേരാൻ കഴിയാത്ത ജീവിതങ്ങൾ, പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥ. ഇതെല്ലാം ഇന്ന് കഴിഞ്ഞ തലേ സന്ധ്യ വരെ എന്തായിരുന്നു? നമ്മുടെ തെരുവിൽ കൂടെ ഓടി ഉളങ്ങുന്ന. പിറ്റേ ദിവസം കഴിഞ്ഞ് എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ അമ്മയൊന്ന് കാണണമെങ്കിൽ ഞാൻ 16 ചെക്ക് പോസ്റ്റും 9 പെർമിഷൻ എടുക്കണം. ഞാൻ ഇപ്പോഴും ചിരിക്കാറുണ്ട് അതോർത്ത്. എൻ്റെ വീടും എൻ്റെ അമ്മയുടെ വീടും തമ്മിൽ, അമ്മ താമസിക്കുന്ന വീട് 9 കിലോമീറ്ററേ ഉള്ളൂ. 10 മിനിറ്റ് കൊണ്ട് പോയിക്കൊണ്ട് വന്നാ. പക്ഷെ 3 മാസം 9 ചെക്ക് പോസ്റ്റും 5-6 സമ്മതപത്രവും ഉണ്ടെങ്കിൽ വീട്ടിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? ഇത് ദൂരെ എങ്ങും നടന്നതല്ലോ. 2 വർഷം മുമ്പ് നമ്മുടെ ജീവിത പരിസരങ്ങളിൽ എത്തിയ യാഥാർത്ഥ്യല്ലേ? പള്ളിയിൽ പോകണമെങ്കിൽ പെർമിഷൻ. ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഈ കഷ്ടാനുമായിച്ച അച്ഛനും പിന്നെ എത്ര പേരാണ്? പുകയുടെ നിർബന്ധമില്ല, കഞ്ഞുകുടിയുടെ ബഹളമില്ല, ഒന്നുമില്ല. ആണ് പ്രിയപ്പെട്ടവരെ, നമ്മൾ ബലത്തിന്റെ അടയാളങ്ങളായി കൊണ്ടു നടക്കുന്ന ആൾക്കൂട്ടവും ആഘോഷങ്ങളും ഒക്കെ എപ്പം വേണമെങ്കിലും. പക്ഷെ നാം നിലനിൽക്കുന്നത് ദൈവത്തിന്റെ ഞാനിവിടെ അവസാനിപ്പിക്കട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അശൂർ രാജാക്കന്മാർ വെല്ലുവിളിക്കാൻ സാധ്യതയുള്ള പരിസരങ്ങളിലാണ് നാം ജീവിക്കുന്നത്. പക്ഷെ ആ വെല്ലുവിളിയുടെ നടുവിൽ തളർന്നു പോകാൻ നമുക്ക് അവകാശമില്ല. അവിടെ നാം ഭക്തനല്ല. ഭക്തനായവൻ റെസിസ്റ്റൻസ്, റൂട്ട്സ് ആൻഡ് റിവ്യൂ. ഇത് 3 നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. അങ്ങനെ ഉണ്ടായി. അമ്മയെപ്പോലെ, മർത്തുശ്മുനി അമ്മയെപ്പോലെ ജീവിതത്തിന്റെ വൈതരണികളെ തരണം ചെയ്യുവാൻ തമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. അവസരത്തിനായി പ്രിയപ്പെട്ട ജിബിൻ സാബുച്ചനോട്, സാന്നിധ്യത്തിനായി ജെറിനച്ചനോട്, ഇടവ ട്രസ്റ്റി, സെക്രട്ടറി, മാനേജിംഗ് കമ്മിറ്റി, ഞങ്ങളെല്ലാ പ്രിയപ്പെട്ടവരോട്, സശ്രദ്ധമായ കേൾവിക്ക് നിങ്ങൾ എല്ലാവരോടും എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. നിങ്ങളുടെ പ്രാർത്ഥന കൂടുതലായി വേണ്ട ദിനങ്ങളും നിമിഷങ്ങളുമാണ്. അത് കൂടെ ഇരുന്ന് എൻ്റെ കൂടെ ഉണ്ടാവണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. ദൈവം അനുഗ്രഹിക്കും.